ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇനിയുള്ള നാളുകൾ ചങ്ങനാശ്ശേരി അതിരൂപതയെ സംബന്ധിച്ച് വലിയ സന്തോഷത്തിന്റെ ദിനങ്ങളാണ്. കാരണം ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ഈ വർഷം പൗരോഹിത്യം സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നത് 15 ഡീക്കന്മാരാണ്. നീണ്ട നാളത്തെ വൈദിക പരിശീലനത്തിന് ശേഷം പൗരോഹിത്യം എന്ന വലിയ ശുശ്രൂഷയെ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ഇവർ ഓരോരുത്തരും. ഇവർക്ക് നമ്മളോട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവരുടെ സെമിനാരി ജീവിതവും ഈ ഒരു പൗരോഹിത്യ സ്വീകരണത്തിനായിട്ടുള്ള ഒരുക്കവും ഒക്കെ. അപ്പോൾ ഇന്ന് തൻ്റെ പൗരോഹിത്യ ജീവിതത്തെക്കുറിച്ചും സെമിനാരി ജീവിതത്തെക്കുറിച്ചും ഒക്കെ നമ്മളോട് ഷെയർ ചെയ്യാൻ നമ്മളോടൊപ്പമായിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഡീക്കൻ നവീൻ പ്ലാക്കാലിലാണ്. ഡീക്ക, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒത്തിരി സന്തോഷമുണ്ട്. ആദ്യം തന്നെ വലിയൊരു ആശംസ അറിയിക്കുകയാണ്. വലിയൊരു ഉത്തരവാദിത്തം പൗരോഹിത്യം എന്ന ശുശ്രൂഷയിലേക്ക് കടക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് വേണ്ടി ഡീക്കനെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഡീക്കൻ നവീൻ പ്ലാക്കാലിൽ. ഞാൻ കോട്ടയം ലൂർദ് ഫൊറോന പള്ളി ഇടവകാംഗമാണ്. എൻ്റെ പട്ടം ഈ മാസം ഡിസംബർ 27 ശനിയാഴ്ച രാവിലെ 9:15 എൻ്റെ ഇടവക ദേവാലയമായ കോട്ടയം ലൂർദ് ഫൊറോന പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്നു. എന്നെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ കുടുംബത്തിൽ നിന്ന് തുടങ്ങാമെന്ന് കരുതുന്നു. 5 പേരടങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം. വീട്ടിൽ പപ്പ, അമ്മ, ഞാൻ മൂത്ത മകനാണ്. ഒരു പെങ്ങളുണ്ട്, അവൾ ഡോക്ടറാണ്, വിവാഹിതയാണ്. പിന്നീട് ഒരു അനിയനുമുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 5 പേരാണ് വീട്ടിലുള്ളത്. എൻ്റെ +2 പഠനത്തിന് ശേഷമാണ് ഞാൻ സെമിനാരിയിൽ പ്രവേശിക്കുന്നത്. കോട്ടയം ഗിരിദീപം സ്കൂളിൽ നിന്നും +2 പഠനത്തിന് ശേഷം കുറിച്ചി മൈനർ സെമിനാരിയിൽ ചേർന്നു. പിന്നീട് മൈനർ സെമിനാരിയിൽ നിന്നുകൊണ്ട് തന്നെ SB കോളേജിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നിന്ന് ഡിഗ്രി എടുത്തു. അതിനുശേഷം തത്വശാസ്ത്ര പഠനം, പിന്നീട് പ്രായോഗിക പരിശീലനം ഞാൻ ചെയ്തത് ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിലെ ജഗദൽപൂർ രൂപതയിലാണ്. അവിടുത്തെ ആദിവാസികളുടെ ഇടയിൽ പുതിയ ക്രൈസ്തവ സമൂഹങ്ങളെ ഇവാഞ്ചലൈസേഷൻ നടത്തുന്ന ആ ഒരു മിനിസ്ട്രിയിൽ എനിക്ക് ഏകദേശം ഒരു 10 മാസത്തോളം വർക്ക് ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം ഇംഗ്ലീഷിൽ MA PG കൂടി എടുത്തു. അതിനുശേഷം ദൈവശാസ്ത്ര പഠനം റോമിൽ നടത്തി. റോമിൽ നിന്നും ജൂലൈയിൽ തിരിച്ചെത്തിയതിന് ശേഷം ഞാൻ എടത്വ സെൻറ്റ് ജോർജ് ഫൊറോന പള്ളിയിൽ ഡീക്കനായി 4 മാസം ശുശ്രൂഷ ചെയ്തു, അജപാലന ശുശ്രൂഷ ചെയ്തു. ഇതാണ് എൻ്റെ ഒരു ജീവിതത്തിൻ്റെയൊക്കെ ഒരു രത്ന ചുരുക്കം. ഓക്കെ, ഇപ്പോൾ ഡീക്കനെ നമ്മൾ പരിചയപ്പെട്ടു. ഡീക്ക, ഈ ഒരു വിളിയുടെ ഏറ്റവും ആരംഭം എന്ന് പറയുന്നത് ദൈവവിളി തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യം അത് തന്നെയാണ്. ഡീക്കൻ എങ്ങനെയാണ് ഡീക്കൻ്റെ ദൈവവിളി തിരിച്ചറിഞ്ഞത്? ദൈവവിളി തിരിച്ചറിയുക എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യമേ തോന്നുന്നത് നമുക്ക് ദൈവവിളിയോട് അച്ഛനാകാനായിട്ടൊരു ഇഷ്ടമുണ്ടാവുക എന്നുള്ളതാണ് ആദ്യത്തേത്. എൻ്റെ ഒരു ഓർമ്മ വെച്ച കാലം മുതൽ എനിക്ക് അച്ഛനാവുക എന്നുള്ളതായിരുന്നു എൻ്റെ സ്വപ്നം. അത് തീരെ ചെറുപ്പം മുതൽ തന്നെ. അതിനുശേഷം ആദ്യ കുർബാന സ്വീകരണത്തോടുകൂടെ ആ ഇഷ്ടം വലുതായി. അത് കഴിഞ്ഞ് ഞാൻ അൾത്താര ബാലനായപ്പോൾ ആ ഇഷ്ടം കുറേ കൂടെ മനസ്സിലൊരു തീ പോലെ ജ്വലിച്ചു വന്നു. പിന്നീട് അച്ഛന്മാരുമായി ഇടപെടുന്നതിലൂടെ ഒത്തിരി വൈദികർ എൻ്റെ ദൈവവിളിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. പ്രധാനമായും കോട്ടയത്ത് ലൂർദ് പള്ളിയിൽ ഞങ്ങളുടെ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ജോസഫ് മണക്കളത്ത് അച്ഛനാണ് ഞങ്ങളുടെ പള്ളി പണി കഴിപ്പിച്ചത്. ഏകദേശം 13-14 വർഷത്തോളം അച്ഛൻ വികാരിയായിരുന്നു. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ വികാരിയായി വരുന്നത്. പിന്നീട് ഞാൻ സെമിനാരിയിൽ പഠിച്ചൊരു 8ാം വർഷം വരെ അച്ഛൻ വികാരിയായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ അച്ഛൻ ഒത്തിരിയേറെ സ്വാധീനിച്ചു. അച്ഛൻ്റെ പൗരോഹിത്യ സിൽവർ ജൂബിലി ആഘോഷം നടന്നത് ഞാൻ ഓർക്കുന്നു. അന്നത്തെ അച്ഛൻ്റെ മോട്ടോ, അതായത് അച്ഛൻ പൗരോഹിത്യം സ്വീകരിച്ചപ്പോൾ എടുത്ത മോട്ടോ ആ ദിവസം വലുതായി പ്രദർശിപ്പിച്ചിരുന്നു. അതിപ്രകാരമായിരുന്നു: ഫോർ ഗോഡ് ആൻഡ് ഹിസ് പീപ്പിൾ, ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി. അതെന്നെ ഒത്തിരിയേറെ സ്പർശിച്ചു. അപ്പോൾ ദൈവവിളിയോട് ഇഷ്ടമുണ്ടായിരുന്ന എനിക്ക് ആളിക്കത്തിക്കൊണ്ടിരുന്ന എൻ്റെ ദൈവവിളി കുറേയും കൂടെ ഒരു ജ്വലിച്ചതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പോൾ എൻ്റെ ഈ പട്ടത്തിലും എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിലും ഞാൻ മോട്ടോയായി സ്വീകരിച്ചത് മണക്കളവച്ചൻ്റെ മോട്ടോ തന്നെയാണ്: ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി. പിന്നീട് അച്ഛനോടും മറ്റു കൊച്ചച്ഛന്മാർ അന്നേരം ഉണ്ടായിരുന്നവരൊക്കെ എന്നെ സ്വാധീനിച്ചു. അവരോടുമൊക്കെയുള്ള കൂട്ടുകെട്ടിലും അവരുടെ സൗഹൃദപരമായിട്ടുള്ള ഉപദേശത്തോടു കൂടിയൊക്കെയാണ് സെമിനാരിയിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചത്. അപ്പം ഡീക്കൻ്റെ ദൈവവിളിയെക്കുറിച്ച് നമ്മൾ കേട്ടു. ഇപ്പോൾ ഡീക്കൻ ദൈവവിളിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഡീക്കൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവാലയത്തോടും അതുപോലെ തന്നെ അച്ഛന്മാരോടും ഒക്കെയുള്ള ഒരു ഇഷ്ടം കുഞ്ഞുനാൾ മുതൽ ആ ഇഷ്ടം രൂപപ്പെടുത്താൻ ഡീക്കൻ്റെ ദേവാലയം എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? ആ ദേവാലയ ജീവിതത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? ഞാൻ
കോട്ടയം ലൂർദ് ഇടവകാംഗമാണ്. എന്നാൽ ഞാൻ തീരെ ചെറുപ്പമായിരുന്നപ്പോൾ എൻ്റെ വീട് നീണ്ടൂർ എന്ന ഗ്രാമത്തിലായിരുന്നു. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു ദേവാലയം. അതായത് കഷ്ടിച്ചൊരു 3 മിനിറ്റ് നടന്നാൽ മതി ഞങ്ങൾക്ക് പള്ളിയിലേക്ക്. അപ്പോൾ ഞങ്ങൾക്ക് വീട്ടിലിരുന്നാൽ പള്ളിയിലെ പ്രാർത്ഥനകൾ കേൾക്കാം, പാട്ടുകൾ കേൾക്കാം, പള്ളിമണി അടിക്കുന്നതൊക്കെ കേൾക്കാം. അപ്പോൾ എനിക്ക് തീരെ ചെറുപ്പം മുതൽ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു പള്ളിയിൽ ആദ്യം എത്തിച്ചേരണം. അപ്പോൾ 1-ാം ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഇപ്പോൾ അതൊരു എക്സാജറേഷൻ ആയിട്ട് തോന്നാം, എക്സാജറേഷൻ അല്ല, സത്യമാണ്. കാരണം തൊട്ടടുത്താണ് വീട്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പള്ളി തുറക്കുമ്പോൾ ആദ്യം അതിനകത്ത് കയറണം. വീട് തൊട്ടടുത്തായതുകൊണ്ട് എനിക്ക് നടന്നു പോകാം. ചെറുപ്പമാണ്, ഇരുട്ടാണെങ്കിലും വീട്ടുകാരെ സമ്മതിക്കും, തൊട്ടടുത്താണ്. ഞാൻ ഓടിപ്പോവും. അപ്പോൾ നീണ്ടൂർ സെൻറ്റ് മൈക്കിൾസ് പള്ളിയിൽ ഒത്തിരി പ്രായം ചെന്നൊരു കപ്പ്യാരച്ചനായിരുന്നു, അവറാൻ ചേട്ടൻ എന്ന് പറയും. അദ്ദേഹം 5:30 തുറക്കുമ്പോൾ ഞാൻ ആദ്യം അവിടെ എത്തി പള്ളിയിൽ കയറും. അപ്പോൾ അന്നേരം മുതൽ എനിക്ക് എന്നിട്ട് പോയി ഞാൻ പള്ളിയുടെ ഏറ്റവും ആദ്യം പോയി നിൽക്കും. അങ്ങനെ പിന്നീട് അൾത്താരപാലനായി അവിടെയാണ് തുടങ്ങുന്നത്, ആ പള്ളിയിലാണ്. അപ്പോൾ ബലിപീഠത്തോട് ചേർന്ന് നിന്നു. അങ്ങനെ എപ്പോഴും പള്ളിയോട് ചേർന്ന് നിൽക്കുന്നത് എന്നെ കൂടുതൽ ദൈവവിളിയിൽ ഉറപ്പിച്ചു. ഇനി അൾത്താരയിൽ കുർബാന അർപ്പിക്കുന്നതോടുകൂടെ അൾത്താരയോട് ഏറ്റവും ചേർന്ന് നിൽക്കാൻ പോവുകയാണ്. ഒരു വലിയ ദൈവകൃപയുമാണ്. സത്യം. ഇപ്പൊ ഡീക്കൻ പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, കുഞ്ഞുനാളിൽ തന്നെ ഈ ആദ്യം പള്ളിയിൽ പോകണമെന്നുള്ളൊരു ആഗ്രഹം. എന്നെ സംബന്ധിച്ച് ഞാനൊക്കെ കുഞ്ഞിലെ ഏറ്റവും മടി കാണിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു പള്ളിയിൽ പോകുക എന്ന് പറഞ്ഞാൽ, കുഞ്ഞിലെ. പക്ഷെ ഇപ്പം ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ദേവാലയത്തിൽ പോകാനും ദൈവത്തോടൊപ്പം ആയിരിക്കാനും ഒക്കെ. അത് കേട്ടപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നി. ഇനി ഡീക്കൻ നമുക്ക് വീട്ടിലേക്ക് വരാം. വീടിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം ഡീക്കൻ പറഞ്ഞു മൂത്ത കുട്ടിയാണ് വീട്ടിലെ. അപ്പം ഒരുപാട് പ്രതീക്ഷകൾ വീട്ടുകാർക്കുണ്ടാകും. കാരണം അപ്പനൊരു സഹായമാകണം എന്നൊരു പ്രതീക്ഷയൊക്കെ അവർക്ക് ഉണ്ടാവുമായിരിക്കണം. അപ്പം ഈ ദൈവവിളി, എനിക്കിപ്പോൾ സെമിനാരിയിൽ ചേരണം എന്നുള്ളൊരു ആഗ്രഹം വീട്ടിൽ പറഞ്ഞപ്പോൾ ഫസ്റ്റ് റെസ്പോൺസ് എന്തായിരുന്നു? ഫസ്റ്റ് റെസ്പോൺസ് എന്തായിരുന്നു ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. കാരണം എനിക്ക് അച്ഛനാകണം എന്നുള്ള ആഗ്രഹം ഞാൻ തീരെ ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞിരുന്നു. 1-ാം ക്ലാസ് 2-ാം ക്ലാസ്സിലൊക്കെ അവർ കളിതമാശയായിട്ട് അവരെടുത്തു. പിന്നീട് 7-ാം ക്ലാസ്സിലും 8-ലും ഒക്കെ പഠിക്കുമ്പോഴും ഒക്കെ ഞാൻ പറയുമായിരുന്നു. അപ്പോഴും ആരും അത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. 10-ാം ക്ലാസ്സിന് ശേഷം ഞാൻ പറഞ്ഞു എനിക്ക് വൈദികനാണോന്നാണ് ആഗ്രഹം. പപ്പ പറഞ്ഞു നീ ഇപ്പം ചെറുപ്പമാണ്, നീ പോകണ്ട, +2 കഴിയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഗിരിദീപം സ്കൂളിലായിരുന്നു പഠിച്ചത്. +1 +2 ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് എന്നോട് പപ്പ പറഞ്ഞിട്ട് പപ്പായും അമ്മയും പറഞ്ഞതിന് കൊണ്ട് എന്നോട് പപ്പായും അമ്മയും എൻട്രൻസിന് പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ രാവിലെ പാലായിൽ ബ്രില്യൻറ്റിൻ്റെ എൻട്രൻസിന് പോകും. അപ്പോൾ എനിക്ക് വലിയൊരു സങ്കടമായിരുന്നു, വേദപാഠം നഷ്ടപ്പെടുന്നു. ഞാനൊരു 3 കൂട്ടുകാരെയും കൂടെ കൂട്ടി അന്നത്തെ സൺഡേ സ്കൂൾ ഡയറക്ടർ കൊച്ചച്ഛനായിരുന്ന ബഹുമാനപ്പെട്ട പോൾ പീഡിയക്കലച്ചനാണ്. പോൾ പീഡിയക്കലച്ചൻ്റെ അടുത്ത് എന്ന് ചോദിച്ചു, അച്ഛാ എനിക്ക് ബ്രില്യൻറ്റിൽ പോകുന്നതുകൊണ്ട് വേദപാഠം നഷ്ടപ്പെടും, ഞങ്ങൾക്ക് സൺഡേ സ്കൂൾ വേണം. അച്ഛൻ ടീച്ചേഴ്സിനെ നോക്കി ഈ സൺഡേ സ്കൂൾ സാറ്റർഡേ സ്കൂളായി ശനിയാഴ്ച വൈകുന്നേരം എടുത്തു തരാമോ? ടീച്ചേഴ്സിനെ ആരെയും കിട്ടിയില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്നാൽ ഞാൻ തന്നെ എടുക്കാം. അപ്പം അച്ഛൻ ആ 2 വർഷം ഞങ്ങളെ ശനിയാഴ്ച പഠിപ്പിച്ചു. അപ്പോൾ ഞാൻ എൻട്രൻസിന് പോകുന്നു. ഒരു ദിവസം ഞാൻ എൻട്രൻസിന് പോകുന്നതിന് പകരം നേരെ പള്ളിയിൽ ചെന്ന് ബഹുമാനപ്പെട്ട മണക്കളോ അച്ഛനോട് പറഞ്ഞു, അത് ഞാൻ +2-ൽ പഠിക്കുമ്പോഴാണ്, എനിക്ക് അച്ഛനാകാനാണ് ആഗ്രഹം, അച്ഛൻ എൻ്റെ വീട്ടുകാരെയൊക്കെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. അങ്ങനെ അച്ഛൻ അത് പറഞ്ഞു. അതോടുകൂടി വീട്ടുകാരും അതങ്ങ് അക്സെപ്റ്റ് ചെയ്തു. അവർക്ക് എതിർപ്പ് എന്തെങ്കിലും ഉണ്ടായിട്ടല്ല, മറിച്ച് വീട്ടിൽ നിന്ന് ഒരാൾ നഷ്ടപ്പെടുമോ എന്നതിനേക്കാൾ കൂടുതൽ അവർ ചിന്തിച്ചത് ഞാൻ 18 വയസ്സേ ഉള്ളൂ, തീരുമാനമെടുക്കാനുള്ള പ്രായമായോ, എന്തെങ്കിലും പഠിച്ചതിന് ശേഷം പോരെ എന്നൊക്കെയായിരുന്നു. അപ്പോൾ ഡീക്കൻ ഒരു വൈദികനാകണമെന്ന ആഗ്രഹം പറഞ്ഞപ്പോൾ വീട്ടിൽ ഈ ഒരു തീരുമാനം ഉറച്ചതാണോ എന്നൊരു സംശയത്തിൽ അവർ ഡീക്കനെ ഒന്ന് പിറകോട്ട് വലിച്ചെങ്കിലും ഒരു നല്ല അച്ഛനാകാൻ കുടുംബം എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്, കുടുംബ സാഹചര്യം ഒരു അച്ഛനാകണമെന്ന ആഗ്രഹവും ഈ ഒരു വിശുദ്ധമായ ജീവിതം നയിക്കാനും ഡീക്കനെ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? ഓക്കെ, തീർച്ചയായിട്ടും എൻ്റെ മാതാപിതാക്കന്മാരുടെ ഭക്തിയും അവരുടെ ഒരു ആത്മീയ ജീവിതവും വലിയൊരു ഘടകമാണ്. പപ്പായും അമ്മയും 2 പേരും BSNL ജോലി ചെയ്യുന്നവരാണ്. അമ്മ ഇപ്പോൾ വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്തു, പപ്പ ഇപ്പോഴും സർവീസിലുണ്ട്. പക്ഷെ അവർ 2 പേരും പള്ളിയോട് ഒത്തിരി ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. പപ്പ അനേക വർഷങ്ങളായി കോട്ടയം ലൂർദ് സൺഡേ സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ്. പപ്പ ചെറുപ്പം മുതലേ പള്ളിയിൽ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കും. അതുകൊണ്ട് ഞങ്ങളെയും ഫ്രണ്ടിൽ നിർത്തും. കുടുംബ പ്രാർത്ഥന വളരെ സജീവമായിട്ടുണ്ട്. മറ്റ് ഇടവകയിലെ കാര്യങ്ങൾ, സൺഡേ സ്കൂൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ സജീവമായി നിൽക്കുന്നു. അപ്പോൾ അത് എന്നെ ഒത്തിരിയേറെ ആത്മീയമായി വളരാൻ വീട്ടിലെ സാഹചര്യം
സ്വാധീനിച്ചു എന്ന് പറയാം. ഇനി ഒരു ചോദ്യം നമുക്ക് സെമിനാരി ജീവിതത്തിലേക്ക് തന്നെ പോകാം അല്ലേ? കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നീണ്ട ഒരു കാലയളവാണ്. ഈ ഒരു കാലയളവിൽ ഒരുപാട് കാര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകും. നിങ്ങളുടെ കോളേജ് പഠനം, അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്കി ഉന്നത പഠനങ്ങൾ, അതുപോലെ സെമിനാരി ജീവിതവും, ഇതെല്ലാം കൂടെ ചേർന്നൊരു മിക്സാണ് ഈ 12 അല്ലെങ്കിൽ 13 വർഷം എന്ന് പറയുന്നത്. അതിനെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാമോ? എങ്ങനെയായിരുന്നു ഡീക്കൻ്റെ ഒരു സെമിനാരി ജീവിതം? തീർച്ചയായിട്ടും ലീജ സൂചിപ്പിച്ചതുപോലെ ഒരു മിക്സ് ആയിരുന്നു. അതായത് പഠനമുണ്ട്, സെമിനാരിയിലെ പഠനമുണ്ട്, സെക്യുലർ പഠനമുണ്ട്. ഞാൻ മൈനർ സെമിനാരിയിലായിരിക്കുമ്പോൾ തന്നെ SB കോളേജിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡിഗ്രി എടുത്തു. അതിനുശേഷം തത്വശാസ്ത്രം പഠിച്ചു. തത്വശാസ്ത്രം വീണ്ടും സെമിനാരിയിലെ പഠനമാണ്. അതിനുശേഷം റീജൻസി വരുന്നു. റീജൻസി എന്ന് പറയുന്നത് പ്രായോഗികമായ പരിശീലനമാണ്. ആ വർഷം ഞാൻ റീജൻസി ചെയ്ത വർഷമാണ് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നും ആദ്യമായി ചങ്ങനാശ്ശേരിയുടെ ദത്ത് രൂപതയായ ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിലെ ജഗദൽപൂർ മിഷൻ രൂപതയിലേക്ക് വിടുന്നത്. അങ്ങനെ ആദ്യം പോയ ബ്രദേഴ്സിൽ ഒരാൾ ഞാനാണ്. ആ ഭാഗ്യമുണ്ടായി. അവിടെ 10 മാസത്തോളം ശുശ്രൂഷ ചെയ്തു. ആദിവാസി ഗോത്ര വിഭാഗങ്ങളുള്ള ഒരു രൂപതയാണ്. വളരെ ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന, കാടിനുള്ളിലൊക്കെ താമസിക്കുന്ന സ്ഥലം. അവിടെ സുവിശേഷവൽക്കരണം, ഇവാഞ്ചലൈസേഷൻ, അവിടെ പുതിയ ക്രൈസ്തവ സമൂഹങ്ങളെ, അതായത് അവരെ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് ചേർക്കുന്ന ആ ഇവാഞ്ചലൈസേഷനിൽ ചെറുതായിട്ടെങ്കിലുമൊക്കെ ഭാഗമാകാൻ, അതിൽ ചെറുതായിട്ടെന്ന് പറയുന്നത് ഭാഷയുടെ പരിമിതി ഉണ്ടായിരുന്നു, എങ്കിലും ഞങ്ങൾ മാക്സിമം ഞാൻ പരിശ്രമിച്ചു. എന്നാൽ സജീവമായി അതിൽ ഭാഗമാകാൻ സാധിച്ചു. ഈ പറഞ്ഞ പോലെ പ്രായോഗിക പരിശീലനത്തിന് ശേഷം വരുന്ന ദൈവശാസ്ത്രമാണ്. അതിനിടയ്ക്ക് ഞാൻ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ എൻ്റെ ഡിഗ്രിയുടെ തുടർച്ചയായി MA PG എടുത്തു. അതിനുശേഷം ദൈവശാസ്ത്രം പഠിച്ചത്, ഇപ്പോൾ അവസാനം പഠിച്ച ദൈവശാസ്ത്രമാണ്. അത് റോമിലെ സേദസ് സപ്പീൻസി സെമിനാരിയിലും ഒപ്പം ഹോളി ക്രോസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമാണ്. അങ്ങനെ ജൂലൈയിൽ പഠനം പൂർത്തിയാക്കി ഞാൻ നാട്ടിലെത്തി. എടത്വ സെൻറ് ജോർജ് ദേവാലയത്തിൽ ഡീക്കനായി 4 മാസം ശുശ്രൂഷ ചെയ്തു. അപ്പോൾ പഠനത്തിന് ശേഷം വീണ്ടും ഒരു പ്രായോഗിക ശുശ്രൂഷ അല്ലെങ്കിൽ ഒരു പ്രായോഗിക പരിശീലനം, അജപാലന ശുശ്രൂഷ. ഇതാണ് ഒരു രത്ന ചുരുക്കം. ഓക്കെ, അപ്പോൾ ഈ ഒരു നീണ്ട കാലയളവ് 13 വർഷത്തെ വളരെ ചുരുക്കിയാണ് ഡീക്കൻ പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ പോലും ഇതിനെ കുറച്ചുകൂടെ ആഴത്തിൽ അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഡീക്കന് സെമിനാരി ജീവിതം, ഇപ്പം പല കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ സെമിനാരി ജീവിതമുണ്ട്, സെമിനാരിയിലെ പഠനമുണ്ട്, ഒപ്പം കോളേജ്, സ്കൂൾ, അങ്ങനെ ആ ഒരു ലെവൽ ഓഫ് പഠനങ്ങളുണ്ട്. അപ്പോൾ ഈ സെമിനാരി ജീവിതം ഡീക്കനെ എത്രത്തോളം വളർത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ഡിഫറൻസ്? എനിക്ക് തോന്നുന്നു ഒരു 5 പേരുള്ള ഒരു കുടുംബത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് ആളുകളുടെ ഇടയിലേക്കാണ് സെമിനാരിയിലേക്ക് ചെല്ലുന്നത്. അത് എത്രത്തോളം ഫോം ചെയ്തിട്ടുണ്ട്? ഒരു പേഴ്സണാലിറ്റി ഫോർമേഷൻ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? ഓക്കെ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ സെമിനാരി ഫോർമേഷനെ കുറിച്ച് പറയണം. സെമിനാരി ഫോർമേഷൻ പ്രധാനമായും 4 തലങ്ങളിലാണ്. ഒന്നാമതായി തീർച്ചയായും ആത്മീയ പരിശീലനം, സ്പിരിച്വൽ ഫോർമേഷൻ. രണ്ടാമതായി ഇൻ്റലക്ച്വൽ ഫോർമേഷൻ, ബൗദ്ധികമായി ഫോർമേഷൻ, അത് പഠനം, നിരവധി വിഷയങ്ങൾ പഠിക്കാനുണ്ട്. മൂന്നാമത് പാസ്റ്ററൽ ഫോർമേഷൻ, അജപാലനപരമായ പരിശീലനം. 4ാമത് ഹ്യൂമൻ ഫോർമേഷൻ, സെമിനാരിക്കാരനിലുള്ള വ്യക്തിയെ, അവൻ്റെ പേഴ്സണാലിറ്റിയെ ഫോം ചെയ്യുക. അപ്പോൾ പേഴ്സണാലിറ്റി ഫോർമേഷൻ, ഹ്യൂമൻ ഫോർമേഷൻ സെമിനാരിയിലെ നിരവധി ആളുകളുള്ള അന്തരീക്ഷം ഒത്തിരിയേറെ സ്വാധീനിക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ, ഞാൻ അവസാനം പഠിച്ചത് റോമിലെ സേദസ് സപ്പീൻസി ഇൻ്റർനാഷണൽ സെമിനാരിയിലാണ്. അപ്പോൾ ആ സെമിനാരിയിൽ ഞാൻ പഠിച്ചിരുന്ന കഴിഞ്ഞ 3 വർഷത്തെ കാലയളവ് നോക്കിയാൽ അവിടെ എല്ലാ ഭൂഖണ്ഡങ്ങളും, അതായത് ഓസ്ട്രേലിയ ഒഴിച്ചുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നുമായി 27 രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തരായിട്ടുള്ള ബ്രദേഴ്സാണ് പഠിക്കുന്നത്. ഞാൻ അവിടെ സ്വന്തമായിട്ട് ഞങ്ങൾക്ക് റൂമില്ല, പലരും റൂം ഷെയർ ചെയ്യണം. അപ്പോൾ എൻ്റെ റൂമിൽ കൂടെയുള്ളവർ മറ്റ് 2 ഭൂഖണ്ഡത്തിൽ നിന്നുള്ളവരാണ്. ഒരാൾ ആഫ്രിക്കക്കാരനും മറ്റൊരാൾ ലാറ്റിൻ അമേരിക്കക്കാരനുമാണ്. അപ്പോൾ കൾച്ചറലായി വ്യത്യാസമുണ്ട്, നമ്മളുടെ മാനറിസത്തിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വൈവിധ്യങ്ങൾ കാണുന്നതോടുകൂടെ വൈവിധ്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനും അവരിലുള്ള നന്മയെ, തീർച്ചയായിട്ടും നമ്മളിൽ എന്തെങ്കിലും ചെറിയ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ ഒരു കൗതുകമുള്ള കാര്യമാണ്, എനിക്ക് ഇന്ത്യക്കാരെ കുറിച്ച് ഞങ്ങളുടെ സെമിനാരിൽ പറയും, ഇന്ത്യക്കാരെപ്പോഴും ഉറക്ക ഫോണിൽ വിളിക്കും. നമ്മളെല്ലാ ദിവസവും വീട്ടിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അവരൊക്കെ പറയും നിങ്ങളിങ്ങനെ ഉറക്ക സംസാരിക്കും, അല്ലെങ്കിൽ നമ്മൾ കഥ കടയ്ക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് അടയ്ക്കും, പറയും നിങ്ങൾ സൗണ്ട് കുറയ്ക്കണം.
അങ്ങനെയൊക്കെ മറ്റുള്ളവരുടെ സംസ്കാരത്തിൽ അവർ നന്നായിട്ടൊക്കെ അവർ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് അതിൽ നിന്നും കാര്യങ്ങൾ ഇംബൈബ് ചെയ്യാൻ പറ്റും. ഒപ്പം നമുക്ക് വീട്ടുകാരോടുള്ള ബന്ധം, ഇപ്പോൾ അവർ ചോദിക്കും നിങ്ങളുടെ ഫാമിലി എങ്ങനെയാണ്, അപ്പോൾ അവർക്കും തിരിച്ചും കിട്ടും. അതുകൊണ്ട് തീർച്ചയായും ഇങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ, തീർച്ചയായും ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി, സെമിനാരി കമ്മ്യൂണിറ്റി തന്നെ നമ്മളെ ഉറപ്പായിട്ട് ഫോം ചെയ്യുന്നുണ്ട്. എന്ന് മാത്രമല്ല, എല്ലാവരും പൂർണ്ണതയുള്ള വ്യക്തികളല്ല, കുറവുകളുള്ളവരുണ്ട്, എനിക്ക് അറിവില്ലാത്ത മേഖലകളുണ്ട്. അവിടെ എൻ്റെ കൂടെയുള്ള സഹോദരന്മാർ അവർ സഹായിക്കും. അങ്ങനെ നമ്മുടെ കുറവുകളെയൊക്കെ മറച്ചു പിടിക്കാൻ, അല്ലെങ്കിൽ ആ കുറവുകളെയൊക്കെ ഒന്ന് പരിഹരിക്കാനായിട്ട് മറ്റുള്ളവർ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ അങ്ങനെയും പോസിറ്റീവായിട്ട് മാറുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഡീക്ക, നിങ്ങൾക്ക് സെമിനാരി ജീവിതത്തോടൊപ്പം തന്നെ ഒരു കോളേജ് ലൈഫും കിട്ടിയ ആളുകളാണ്. ഇപ്പോൾ സെമിനാരിയിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഒരു ക്യാമ്പസ് ലൈഫിലേക്കൊക്കെ വരുമ്പോൾ ആ ക്യാമ്പസ് ലൈഫ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? അതായത് ഒന്നുകൂടെ മാറി ചിന്തിക്കാം, ഇപ്പം കൂട്ടുകാരൊക്കെ ഇങ്ങനെ കുറച്ചുകൂടെ എൻജോയ് ചെയ്ത്, ഇപ്പോൾ സെമിനാരി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറേ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും, സ്വാഭാവികമാണ്. അപ്പം കൂട്ടുകാർ, കൂടെ പഠിക്കുന്നവരൊക്കെ അതൊക്കെ എൻജോയ് ചെയ്യുന്ന കാണുമ്പോൾ എപ്പോഴെങ്കിലും ആ ഒരു ക്യാമ്പസ് ലൈഫ് ദൈവവിളിയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? ദൈവവിളി ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും മാറി ചിന്തിക്കാൻ കാരണമായിട്ടുണ്ടോ? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അങ്ങനെ മാറി ചിന്തിക്കാനായിട്ട് കാരണമായില്ല എന്ന് വേണം പറയാൻ. അല്ലെങ്കിൽ കുറച്ചുകൂടെ ദൈവവിളിയെ ഊട്ടി ഉറപ്പിക്കാനായിട്ട് ക്യാമ്പസിലുള്ള ലൈഫ് സഹായിച്ചു എന്ന് ഞാൻ പറയും. ഞാൻ SB കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ബ്രദേഴ്സൊക്കെ കുർത്തയൊക്കെ ഇട്ട് ഞങ്ങളെ രാവിലെ സെമിനാരിയിൽ നിന്ന് വണ്ടിയിലിറക്കും, തിരിച്ച് ഞങ്ങൾ ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും അറിയാം ഈ കുർത്തയിട്ട് ഒരേപോലെ വരുന്നവരൊക്കെ ബ്രദേഴ്സാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ളവർ ഞങ്ങളെ ബ്രദേഴ്സായിട്ടാണ് കാണുന്നത്. എങ്കിലും നമ്മൾ എല്ലാവരോടും മിങ്കിൾ ചെയ്ത് ജീവിക്കുമ്പോൾ അവരുടെ ജീവിത സാഹചര്യങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, എനിക്കൊരിക്കലും അതൊരു ചലഞ്ചായിട്ടോ ഒരു സംഘടനമായിട്ടോ തോന്നിയില്ല. മറിച്ച് എൻ്റെ കൂട്ടുകാരൊക്കെ ഞാൻ അവരുടെ കൂട്ടുകാരനാകുന്നതോടൊപ്പം തന്നെ ഒരു ബ്രദർ എന്ന നിലയിൽ അവരവരുടെ വിഷമങ്ങളൊക്കെ ചിലർ വന്ന് പറയും, ചിലർ അങ്ങനെയുള്ള ഹെൽപ്പുകൾ തേടും. അപ്പോൾ അത് എൻ്റെ ഉള്ളിലെ ഒരു അജപാലകനെ ചെറിയ രീതിയിലെങ്കിലും അത് വളർത്തിയെന്ന് പറയണം. 2 SB കോളേജ് വളരെ ഒരു ക്രിസ്ത്യൻ അല്ലെങ്കിൽ കാത്തലിക് അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു കോളേജാണ്. ഞാൻ മറ്റു കോളേജുകളിലൊക്കെ പ്രത്യേകിച്ച് യൂത്ത് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ടൊക്കെ പോയിട്ടുണ്ട്. കേരളത്തിന് പുറത്തുമൊക്കെ MG യൂണിവേഴ്സിറ്റിയുടെ ടീമിൻ്റെ കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊന്നും ഞാനൊരു ബ്രദറാണെന്നൊന്നും അറിയില്ല. നമ്മൾ ഒരു ആഴ്ചക്കാലം ജീവിക്കുകയാണ്. അങ്ങനെ 3 വർഷം ഞാൻ പോയി. അപ്പോൾ അവർ ഒരു 2-3 ദിവസത്തിന് ശേഷം ചോദിക്കും, പുള്ളിക്ക് എന്തോ ഒരു പ്രത്യേകത, എല്ലാ കാര്യത്തിലും കമ്പനി അടിക്കാനും വർത്താനം പറയാനും കളിച്ചിരിക്കാനും ഒക്കെ ഉണ്ട്, പക്ഷെ ചില ഉഴപ്പുകൾക്കൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ അതിന് കൂടെ വരുന്നില്ല, അപ്പോൾ എന്താണ്? പക്ഷേ നമ്മൾ അവരുമായിട്ടൊരു മൽപ്പിടുത്തത്തിനൊന്നും പോകുന്നില്ല, പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത് 3-4 ദിവസം കഴിയുമ്പോൾ ഞാൻ പറയും ഞാനൊരു ബ്രദറാണ്. അപ്പോൾ അവർക്ക് നമ്മളിലേക്ക് കൂടുതൽ അടുക്കും. അവർ മറ്റു മതസ്ഥരാകാം, അല്ലെങ്കിൽ കത്തോലിക്കരെ അല്ല അങ്ങനെ വൈദിക വിദ്യാർത്ഥികളൊന്നും അടുത്ത് ഇടപഴകിയിട്ടുള്ളവരല്ല. അങ്ങനെ പോസിറ്റീവായിട്ട് എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട്, ഇൻഫ്ലുവൻസിനേക്കാൾ ഉപരിയായിട്ട് ഈശോയെ അവരിലേക്ക് എത്തിക്കാനായിട്ട്, എന്ന് പറഞ്ഞാൽ നല്ല മൊറാലിറ്റി, ധാർമ്മികത എത്തിക്കുന്നതും ഒരു ഭാഗമാണല്ലോ. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ, കോളേജ് അനുഭവങ്ങൾ, ക്യാമ്പസ് ജീവിതത്തിലെ ഓർമ്മകളൊക്കെ നോക്കുമ്പോൾ എന്നിലെ ദൈവവിളി ഒരു സംഘടനത്തിലേക്ക് നയിക്കുന്നതിനേക്കാൾ കൂടുതലായി എന്നിലെ ദൈവവിളിയെ ഊട്ടി ഉറപ്പിക്കാനാണ് അത് സഹായിച്ചത്. അപ്പോൾ ഡീക്കിനിപ്പോൾ പറഞ്ഞു MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിനൊക്കെ പോയ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒരു വൈദിക വിദ്യാർത്ഥിയോടൊപ്പം തന്നെ മികച്ചൊരു കലാകാരനാണ്. ആ ഒരു കാര്യങ്ങൾ കൂടി ഒന്ന് ഷെയർ ചെയ്യാമോ? ഏതൊക്കെ രീതിയിലാണ് ഒരു കലാകാരൻ എന്ന നിലയിൽ ഡീക്കൻ പ്രാവീണ്യം തെളിയിച്ചിരിക്കുന്നത്? അതൊക്കെ കുറേ വർഷങ്ങൾക്ക് മുൻപായിരുന്നു. ഞാൻ പ്രസംഗമായിരുന്നു എൻ്റെ ഒരു മേഖല. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നുണ്ട്. CBSE സഹോദയ മത്സരങ്ങൾക്ക് പോയി സമ്മാനം കിട്ടിയിട്ടുണ്ട്. SB കോളേജിൽ ഇംഗ്ലീഷ് മലയാളം പ്രസംഗം ഉപന്യാസമൊക്കെ ആയിരുന്നു. അങ്ങനെ 3 വർഷം ഞാൻ അടുപ്പിച്ച് SB കോളേജിലെ കലാപ്രതിഭയായിരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായി കോളേജിനെ ഫസ്റ്റ് കിട്ടുമ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ പോകും. 3 വർഷം അടുപ്പിച്ച് MG യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് എക്സ്റ്റംപർ, ഇംഗ്ലീഷ് പ്രസംഗത്തിൽ ഞാൻ 3 വർഷം തുടർച്ചയായി സമ്മാനം മേടിച്ചു. അപ്പോൾ അതിൻ്റെ അടുത്ത ലെവല് സൗത്ത് ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റിയാണ്. അതിൽ MGയെ റെപ്രസെൻ്റ് ചെയ്ത് പോയി. അവിടെ ദൈവാനുഗ്രഹത്താൽ കിട്ടി. പിന്നീട് നാഷണലിലും പോകാൻ പറ്റി. അപ്പോൾ ഇതാണ് ഒരു കലാപരമായ ജീവിതം. പക്ഷേ വലിയൊരു ദൈവം. പക്ഷേ ഇങ്ങനെയൊക്കെ പുറത്ത് മത്സരങ്ങൾക്ക് പോകാൻ എന്നെ ബഹുമാനപ്പെട്ട അധികാരികൾ അനുവദിച്ചു. കാരണം അവർക്ക് തോന്നി പ്രസംഗം എന്ന് പറയുന്ന വൈദികർക്ക് ആവശ്യമുള്ള കാര്യമാണ്, ഒരാൾ പൊക്കോട്ടെ.
അല്ലെങ്കിൽ മറ്റു കോളേജുകളിലെ ഫെസ്റ്റുകൾക്കുമൊക്കെ പോകാനായിട്ട് അങ്ങനെ അനുവദിച്ചിട്ടുള്ളൂ. ഇതാണ് വളരെ, പക്ഷേ അതൊന്നുമല്ല ദൈവവിളിയിലെ പ്രധാനപ്പെട്ട കാര്യം. അതൊക്കെ നമ്മുടെ ഒരു ലൈഫിൻ്റെ അല്ലെങ്കിൽ ക്യാമ്പസ് ജീവിതത്തിലെ ഒരു ചെറിയ കാര്യം. ദൈവവിളിയിൽ ഒരിക്കലും അതൊരു വലിയ ഘടകങ്ങളായിട്ട് കലയോ അല്ലെങ്കിൽ കലാമത്സരമോ കലാപ്രതിഭയോ ഒന്നും അല്ലെന്ന് ഞാൻ പറയും. അത് തീർച്ചയായിട്ടും ഈശോയുടെ മുൻപിൽ എത്രത്തോളം നേരം തുറവിയോടുകൂടെ ഇരിക്കാൻ പറ്റും എന്നതെനിക്ക് ഒരു ബോധ്യമാണ് ജീവിതത്തിലെ. ഡീക്കൻ പറഞ്ഞു ഡീക്കൻ്റെ ഒരു 13 വർഷത്തെ സെമിനാരി ജീവിതത്തിൽ കുറേ 10 മാസത്തോളം മിഷൻ രംഗത്ത് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു. അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഡീക്കൻ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് അറിയാൻ ഞങ്ങൾക്കും വലിയ ആകാംക്ഷയുണ്ട്. കാരണം എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പം ഡീക്കൻ അത് സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞു കാടുകൾക്കുള്ളിൽ താമസിക്കുന്ന ആദിവാസി സമൂഹങ്ങൾ അവരിലേക്ക് ഈശോയെ എത്തിക്കുക എന്നുള്ളൊരു വലിയ ദൗത്യം. ആ ഒരു മിഷൻ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അതൊന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ മിഷനിലേക്ക് പോകുമ്പോൾ അതിനു മുൻപ് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നും ബ്രദേഴ്സ് ആരും ജഗദൽപൂർ രൂപതയിൽ പോയിട്ടില്ല. മറിച്ച് നമുക്ക് ഇറ്റാമ മിഷൻ വർഷങ്ങളായി ഉണ്ട്. അവിടെ അച്ഛന്മാരുണ്ട്, ബ്രദേഴ്സ് ഉണ്ട്. വളരെ സ്തുത്യർഹമായ മിഷൻ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ജഗദൽപൂരിലെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. ആദിവാസി വിഭാഗങ്ങളുള്ള ഒരു രൂപത. എന്നാൽ നമ്മുടെ അതിരൂപതയുടെ ദത്തിരൂപത എന്ന നിലയിൽ നമുക്കൊരു ബന്ധവുമുണ്ട്. ഞാൻ അവിടെ എത്തിയതിന് ശേഷം ഭാഷ, ഹിന്ദിയൊക്കെ സ്കൂളിൽ പഠിച്ചു എന്നതിനേക്കാൾ കൂടുതൽ അറിയില്ല. അപ്പോൾ കുറച്ചൊക്കെ ഭാഷ അവിടെ നിന്ന് ഫോർമലായിട്ട് പഠിച്ചില്ലേ പോലും പറഞ്ഞും കേട്ടുമൊക്കെ പഠിച്ചു. ആ സമയത്ത് അവിടുത്തെ അഭിമന്യനായ ജോസഫ് കൊല്ലംപറമ്പിൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ ഒരു വൈദികൻ, ബഹുമാനപ്പെട്ട ബിജു കലയെഴുത്തച്ഛൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് എന്ന നിലയിൽ പുതിയ കമ്മ്യൂണിറ്റീസിനെ, അതായത് കാടിനുള്ളിലെ ഗ്രാമങ്ങൾ, ജംഗിളിനകത്തുള്ള ഗ്രാമങ്ങളിലെ പ്രൊട്ടസ്റ്റൻ്റ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ അവർക്ക് ആദ്യകാലത്ത് ഫെയ്ത്ത് കിട്ടി, അടുത്ത തലമുറയ്ക്ക് പ്രൊട്ടസ്റ്റൻ്റ് ഫെയ്ത്ത് കിട്ടിയില്ല, അങ്ങനെ ചിതറിക്കപ്പെട്ട സമൂഹങ്ങളെ ഒരുമിച്ച് ചേർത്ത് നമ്മുടെ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് അവരെ ഒരു റീവാഞ്ചലൈസേഷനും ഉണ്ട്, ഒപ്പം കത്തോലിക്ക വിശ്വാസത്തിലേക്ക് ചേർക്കലുമുണ്ട്. അതിന് ഉൾഗ്രാമങ്ങളിലേക്ക് 2-3 മണിക്കൂറൊക്കെ ജീപ്പിലൊക്കെ സഞ്ചരിച്ച് പോകണം. ഞങ്ങൾ ബിജോച്ചൻ്റെയൊക്കെ കൂടത്തിൽ പോകും. അവിടെ ഒരു മൈതാനം കാണും. അവിടെ ചുട്ടുപഴുത്ത വെയിലാണ്. ഒരു ടാർപോളിൻ പോലും കെട്ടിയിട്ടില്ല. ഒരു 2-3 സാരി വലിച്ചു കെട്ടും. എന്തിനാണ്? അച്ഛനും അവരുടെ ലീഡേഴ്സിനും ഒക്കെ നിൽക്കാൻ. നമ്മൾ അവിടെ നിന്ന് അച്ഛൻ പ്രസംഗിക്കും. പ്രൈസ് ആൻഡ് വർഷിപ്പ് പാട്ടുകൾ തുടർച്ചയായി 3-4 മണിക്കൂർ. ഞാൻ ആദ്യത്തെ വില്ലേജ് മിനിസ്ട്രിക്ക് എത്തി. നല്ല ചൂടാണ്. മേളിൽ ഒരു സാരിയുടെ ഒരു ഷെയ്ഡ് മാത്രം. ഞാൻ ഒരു കസേരയിൽ ഇരിക്കുക. 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി, ചൂട് കാരണം. അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഞങ്ങളിങ്ങനെ ഒരു റേസ്ഡ് ആയിട്ടുള്ള സ്ഥലത്താണ് ഇരുന്നത്. ഞങ്ങൾ ഇരിക്കുന്ന ഒരു സ്ഥലം ഒഴിച്ച് ബാക്കിയൊക്കെ ഒരു വെള്ളം നിറഞ്ഞൊരു ചതുപ്പല്ല, ഒരു ചെളിയൊക്കെ ആയിട്ടിരിക്കുക. അവിടെ ആളുകൾ മണിക്കൂറുകളോളം നിൽക്കുകയാണ്. അപ്പോൾ അവരോടുകൂടെ പ്രാർത്ഥനകളിൽ പങ്കുചേരാൻ, പിന്നീട് കത്തോലിക്ക വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അവർ കുമ്പസാരിക്കണം. അവർക്ക് കുമ്പസാരം നടത്തി ഞാനിപ്പോഴും ഓർക്കുകയായിരുന്നു. ആദ്യം അവർ വിശ്വാസം ഏറ്റുപറയും. അവർ ഹിന്ദിയല്ല സംസാരിക്കുന്നത്, ഗോത്രഭാഷയാണ്. ഹിന്ദി എനിക്ക് കുറച്ചറിയാമെങ്കിലും ഗോത്രഭാഷയിൽ എഴുന്നേക്കാം, ഇരിക്കാം, നിൽക്കാം, പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയാൻ എനിക്കറിയത്തുള്ളൂ, അത്രയേ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അന്ന് അച്ഛൻ ചോദിക്കും, ബഹുമാനപ്പെട്ട ബിജു കലയെഴുത്തച്ഛൻ ചോദിക്കും, നിങ്ങൾ ഇന്ന കാര്യത്തിൽ വിശ്വസിക്കുന്നു, പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നു, അവിടുത്തെ പുത്രനായ ഈശോയിൽ വിശ്വസിക്കുന്നു. അപ്പോൾ അവരതിന് യേസ് എന്ന് മറുപടി അവരുടെ ഭാഷയിൽ പറയും. അതിനുശേഷം കുമ്പസാരമുണ്ട്. കുമ്പസാരത്തിന് ഒരുക്കുന്നത് ഇങ്ങനെയായിരുന്നു. ഹിന്ദിയിൽ ബൈബിൾ വായിച്ച് ചെറിയ ഗ്രൂപ്പുകളായിട്ട്, ഒരു 150 പേരായിരിക്കുന്നത്, 15 പേരുടെ 10 പേരുടെ ഗ്രൂപ്പുകളായിട്ടിരിക്കും. ഞങ്ങളുടെ അച്ഛന്മാർ, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഹിന്ദിയിൽ ബൈബിൾ വായിച്ച്, ഞാനറിയാവുന്ന ഹിന്ദിയിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയും, ധൂർത്തപുത്രൻ്റെ ഉപമ പറയുന്നു. അവരുടെ ഇടയിലെ ഒരു ലീഡർ, കുറച്ച് വിദ്യാഭ്യാസമുള്ള ഒരാൾ, ഞാൻ പറയുന്ന ഹിന്ദി കേട്ട് അവരുടെ ഗോത്രഭാഷയായ ഗോണ്ടി സംസാരിക്കുന്ന ഗോത്രങ്ങളുടെ ഇടയിലായിരുന്നു കൂടുതൽ. പക്ഷേ ബത്രി, മുറിയ സംസാരിക്കുന്നവരൊക്കെ ഉണ്ട്. അതിലേക്ക് അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് അവരത് കേൾക്കും. അവർ പോയി കുമ്പസാരിക്കും, തിരിച്ചു വരും. ബഹുമാനപ്പെട്ട ജോസഫ് കൊല്ലംപറമ്പിൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ അതൊരു വലിയ മുന്നേറ്റമായി ഇന്ന് ജഗദൽപൂർ രൂപതയിൽ നടക്കുന്നുണ്ട്. 10,000-ഓളം വിശ്വാസികൾ. അതിനോട് ചേർത്തൊരു ചെറിയ കാര്യം, ഒത്തിരിയേറെ ധൈര്യം ആ ഒരു മിഷൻ അനുഭവം തന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് 2 സിസ്റ്റേഴ്സിനെ UP വെച്ചുണ്ടായ ആ സംഭവം അറിയാം. അതിലെ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് ഞാൻ അന്ന് നിന്നിരുന്ന നാരായൺപൂർ മിഷൻ സ്റ്റേഷനിലെ മദറായിരുന്നു. അപ്പോൾ എനിക്കറിയാം, സിസ്റ്റർ അന്നു മുതലേ തീക്ഷ്ണതയുള്ള ഒരാളാണ്. അപ്പോൾ അവരുടെയൊക്കെ ആ തീക്ഷ്ണത എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചു. ഞാൻ താമസിച്ചിരുന്ന ആ സ്ഥലവും പള്ളിയും കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുൻപ് ആക്രമിക്കപ്പെട്ടു. ഞാൻ കിടന്നിരുന്ന മുറിയൊക്കെ അവർ അടിച്ചു തകർത്തു. നാരായൺപൂർ മിഷൻ സ്റ്റേഷനിലെയാണ് ബഹുമാനപ്പെട്ട ദിലീപച്ചൻ പണി കഴിപ്പിച്ച ആ പള്ളി
ഞാൻ ഒത്തിരി വെള്ളം ഒഴിച്ചതാണ് ആ പള്ളി പണിതപ്പോൾ അതൊക്കെ തകർത്ത് എറിഞ്ഞത് ഞാൻ കണ്ടു. എൻ്റെ റൂമൊക്കെ കട്ടിലും മേശയൊക്കെ തകർത്തെറിഞ്ഞു. പക്ഷെ അതൊന്നും ജീവിതത്തിൽ ഒരു സങ്കടം തരുന്നില്ല. കൂടുതൽ തീഷ്ണതയോടെ കൊല്ലംപുറം പിതാവും അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ മുന്നേറുമ്പോൾ നമുക്കും എന്നിലുള്ള തീഷ്ണതയും കൂടിയാണ് വരുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, ഇപ്പൊ മിഷനിൽ 10 മാസം പ്രവർത്തിച്ചു എന്നുള്ളൊരു കാര്യം ഡീക്കൻ പറഞ്ഞപ്പോൾ എനിക്ക് ചോദിക്കാൻ തോന്നിയൊരു ചോദ്യമാണ്. ഇപ്പൊ നമുക്ക് മിഷൻ എന്നൊരു ഇതുകൊണ്ട് ഇടവക പട്ടം എന്നുള്ളൊരു ഓപ്ഷനും ഉണ്ട്. മിഷനിലേക്ക് പോകാതെ എന്തുകൊണ്ടാണ് ഇടവക പട്ടം തിരഞ്ഞെടുക്കാം എന്നുള്ളൊരു തീരുമാനം എടുത്തത്? തീർച്ചയായിട്ടും ഇടവക പട്ടം എന്ന് പറയുന്നത് ഒരു ബേസിക്, ഒരു ഫണ്ടമെന്റൽ ചോയ്സ് ആണ് ദൈവവിളിയിലെ. ഞാനൊരു പൊതുജന അറിവിലേക്ക് ഒത്തിരി പേർക്ക് അറിയാവുന്ന കാര്യമാണ് എങ്കിലും പറയാം. വൈദികർ 2 വിധത്തിലുണ്ട്. ഒന്ന് ഇടവകപ്പെട്ട രൂപതാ വൈദികരുണ്ട്, 2 സന്യാസ വൈദികരുണ്ട്. എനിക്ക് ചെറുപ്പം മുതലേ ഒരു രൂപതാ ആകണമെന്ന ആഗ്രഹമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ CMI കപ്പൂച്ചിൻ പോലുള്ള സന്യാസ സമൂഹങ്ങളിലേക്ക് പോകാനായിട്ട് പോയില്ല. അപ്പോൾ മിഷൻ എന്ന് പറയുമ്പോഴും ജഗദൽപൂർ രൂപത ഒരു രൂപതയാണ്. ഇറ്റാവ പ്രദേശത്ത് അഭിമന്യനായ പാടിയത്ത് പിതാവിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ആ മിഷൻ, അവിടെയും രൂപതാ വൈദികരാണ്. അപ്പോൾ മിഷനിൽ തീർച്ചയായും രൂപതകളാണുള്ളത്, രൂപതാ വൈദികരുമുണ്ട്. അപ്പോൾ ഞാൻ മിഷനിലേക്ക് പോയത് റീജൻസിയിൽ അക്കാലത്ത് ഒരു ദൈവനിയോഗം പോലെ അഭിമന്യ പെരുന്തോട്ടം പിതാവ് വിട്ടു, അങ്ങനെ പോയി. പക്ഷേ മിഷനോട് എപ്പോഴും ഒരു ഓപ്പൺനെസ് ഉണ്ട്. അതുപോലെ തന്നെ മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ദൗത്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ റോമിൽ പഠിച്ചിരുന്ന സമയത്ത് അവിടെ ഒരു ഇടവകയിൽ പോകും. ആ ഇടവകയിൽ 85 വയസ്സുള്ള വികാരിയച്ഛനാണ്. കാരണം അച്ഛൻ 2 പള്ളി നോക്കുക, കാരണം അവിടെ അച്ഛന്മാരില്ല. അപ്പോൾ അവിടുത്തെ വികാരിയച്ഛൻ എന്നോട് പറയും, ബ്രദറെ നോക്കിക്കേ, അതായത് ഇവിടെ ഇപ്പോൾ മിഷൻ പോലെയായി. മിഷൻ എന്ന് പറഞ്ഞാൽ ഈശോയുടെ ദൗത്യം ചെയ്യുക. ഈശോയുടെ ദൗത്യം ചെയ്യേണ്ടത് ഞാനാണ്. ആ ദൗത്യം അധികാരികളുടെ തീരുമാനത്തിലൂടെ കൂടുതൽ തെളിഞ്ഞു വരും. അപ്പോൾ അധികാരികൾ പറയുന്നത് പോലെ പോവുക എന്നുള്ളതാണ് കൂടുതൽ യുക്തം. അപ്പം അടിക്ക ഞാൻ ഈ ഒരു ചോദ്യം ഇടയ്ക്ക് ചോദിച്ചതാണ്. നമുക്ക് മിഷനിലേക്ക് തന്നെ വരാം. കാരണം അവിടുത്തെ ആളുകളിലേക്ക് നമ്മൾ ഈശോയെ കൊടുക്കുമ്പോൾ, ഈശോയെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ ഈശോയെ മനസ്സിലാക്കാൻ അവരെത്രത്തോളം സന്നദ്ധരാണ്? അവർ ഈശോയെ അങ്ങനെ സ്വീകരിക്കുന്നുണ്ടോ? ഒരു വിശ്വാസത്തിൽ അവർ സ്വീകരിക്കുന്നുണ്ടോ? ഓക്കെ, വളരെ നല്ലൊരു ചോദ്യമാണ്. ഞാൻ അതിനൊരു ചെറിയൊരു തിരുത്ത് പറഞ്ഞോട്ടെ. ഞാൻ ഈശോയെ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അല്ലെങ്കിൽ അച്ഛന്മാരൊക്കെ അവിടെ പ്രസംഗിക്കുന്നുണ്ട്, പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അതിനേക്കാൾ കൂടുതലായി നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഉപരി പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. ദൈവം ഇടപെടുന്നു, ദൈവം പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഇതെൻ്റെ നേരിട്ടുള്ള അനുഭവമാണ്. ഞങ്ങൾ മിഷൻ പ്രദേശത്തുള്ള ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ അവിടെ ജനങ്ങൾ, അവരുടെ വില്ലേജിൽ മറ്റുള്ള ആളുകൾ എതിർപ്പുണ്ട്. എതിർപ്പിനെ അവഗണിച്ച് അവർ ചെറിയ കൂട്ടമായി അവിടെ വന്നു പ്രാർത്ഥിക്കുമ്പോൾ ആ സമൂഹത്തിൽ നിരക്ഷരരായിട്ടുള്ള ആളുകളാണ്. സാധാരണ കൃഷി ചെയ്യുന്നവരും കാലി മേയ്ക്കുന്നവരൊക്കെയാണ്. അവർക്ക് വലിയ ദൈവശാസ്ത്രമൊന്നും അറിയത്തില്ല. അവർക്ക് ദൈവത്തിൽ, കർത്താവിലുള്ള വിശ്വാസമുണ്ട്. ഈശോയെ രക്ഷകനായിട്ട് അവർ സ്വീകരിച്ചവരാണ്. അവരുടെ ആ ഒരു ശക്തമായ പ്രാർത്ഥനയിലും ഒക്കെ അത്ഭുതങ്ങൾ, രോഗസൗഖ്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ രോഗസൗഖ്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പ്രവൃത്തിയല്ല, അച്ഛന്മാരോ സിസ്റ്റേഴ്സോ ഞങ്ങൾ ആരെങ്കിലും പോയി കൊടുക്കുന്ന കാര്യമല്ല. ദൈവം പ്രവർത്തിക്കുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണ്. അപ്പോൾ ഞാൻ ഈശോയെ കൊടുക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായി എൻ്റെ പ്രവർത്തനത്തിലൂടെ അല്ലെങ്കിൽ ഞാനൊരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് മാറുകയാണ്. അതാണല്ലോ മിഷണറി എന്ന് പറയുമ്പോൾ ദൗത്യം ഈശോ തന്ന ദൗത്യമാണ്. അപ്പോൾ ഈശോയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ആളുകൾ അത് സ്വീകരിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ കൺമുൻപിൽ രോഗസൗഖ്യം കണ്ട് ഒത്തിരി ആളുകൾ അവിടെ, ഇപ്പോൾ ഇതിനെ എതിർത്ത് നിന്ന അയൽക്കാരൊക്കെ അവരോട് ചേർന്നു. അല്ലെങ്കിൽ ഞാൻ ഓർക്കുകയായിരുന്നു, അത് ഒത്തിരി വ്യക്തമായി നമുക്ക് മീഡിയയിൽ പറയാൻ പറ്റില്ല. ഒരു ഇൻസിഡൻറ്റ് അവിടെ നടന്നതാണ്. ഒരു ഗ്രാമത്തിലെ ഒരു കുടുംബം ആദ്യം മാനസാന്തരപ്പെട്ട് ക്രൈസ്തവരായി. അവരുടെ സഹോദരങ്ങളൊക്കെ എതിരായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ ആദ്യം ക്രൈസ്തവനായിരുന്ന ആ വ്യക്തിക്കെതിരായിട്ട് നിന്ന് അദ്ദേഹം മരണപ്പെട്ടു. വളരെ ഒരു ദുരൂഹമായ സാഹചര്യത്തിലാണ്. കുടുംബത്തിൽ നിന്ന് സപ്പോർട്ട് പോലും ഉണ്ടായിരുന്നത്. പിന്നീട് അവിടെയുള്ള കുഞ്ഞുങ്ങളുടെയും ആ ഭക്തി കണ്ട് ആ കുടുംബത്തിൽ അദ്ദേഹത്തിന് എതിര് നിന്നിരുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരരൊക്കെ ഇപ്പം ക്രിസ്ത്യാനിയായി എന്ന് മാത്രമല്ല, ആ ചെറിയ കമ്മ്യൂണിറ്റിയുടെ ലീഡേഴ്സാണ്. ഇത് നമ്മൾ കൊടുക്കുന്നതല്ല, ദൈവം പ്രവർത്തിക്കുന്നതാണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്.
അത് ദൈവം എന്നും പ്രവർത്തിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അത് സത്യമാണ്. അപ്പോൾ ഡീക്ക ഒരു വലിയൊരു ശുശ്രൂഷയായിരുന്നു ഈ മിഷൻ പ്രവർത്തനം എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു ക്രിസ്തു മതത്തിന് അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യാനികൾക്കെതിരെയും അല്ലെങ്കിൽ ഈ ഒരു വിശ്വാസത്തെ കൊടുക്കുന്നവർക്കെതിരെയും ഒക്കെ നടക്കുന്ന അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഡീക്കൻ 10 മാസക്കാലം അവിടെ ആയിരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? ഞാൻ അവിടെ ആയിരുന്ന സമയത്ത് അങ്ങനെയുള്ള വെല്ലുവിളികളൊന്നും പ്രത്യക്ഷമായിട്ടൊന്നും നടന്നിരുന്നില്ല. പിന്നെ നക്സലൈറ്റ്സ് ഒത്തിരി ഉള്ള സ്ഥലമാണ്. അപ്പോൾ ആ ഒരു പേടിയും ഉണ്ടെങ്കിലും അപ്പോഴങ്ങനെയുള്ള പ്രശ്നങ്ങൾ സാരമായി ഉണ്ടായില്ല. എന്നാൽ ആ രൂപതയിൽ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് മീഡിയയിൽ അറിയാമല്ലോ. ജഗദൽപൂർ രൂപതയിൽ സംഭവിച്ചൊരു കാര്യം, നാരായൺപൂർ എന്ന് പറയുന്ന ഞാൻ നിന്നിരുന്ന മിഷൻ സ്റ്റേഷനിലെ ആ പള്ളി പുതിയ പള്ളിയായിരുന്നു. പുതിയ പള്ളിയും പള്ളിമേട എന്ന് പറയാം, വളരെ ചെറിയൊരു കെട്ടിടം, അച്ഛനും ഞാനും ഒക്കെ താമസിച്ചുകൊണ്ടിരുന്ന കെട്ടിടം, അത് പിന്നീട് ആക്രമിക്കപ്പെട്ടു. എന്നാൽ അതേ കോമ്പൗണ്ടിൽ അതിനുള്ളിൽ തന്നെ സ്കൂളുണ്ട്. ആ സ്കൂളിലെ ഒരു ചില്ല് പോലും ആരും പൊട്ടിച്ചില്ല. കാരണം അവർക്കറിയാം സ്കൂൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പം നമ്മളോടുള്ള ഒരു റെസിസ്റ്റൻസ് കാണിക്കുന്നതാണ്. പിന്നെ ഇത് പുതിയതായിട്ടുള്ള ഒരു കാര്യമല്ല, ഇത് ക്രൈസ്തവ സഭ തുടങ്ങിയ കാലം മുതലുള്ള കാര്യമാണ്. എങ്കിലും ആ നാരായൺപൂർ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് 15-ൽ പരം കമ്മ്യൂണിറ്റീസ് ഉണ്ട്, വളരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഡീക്ക ഈ ഒരു മിഷൻ ശുശ്രൂഷയ്ക്കൊക്കെ ശേഷം പിന്നീട് റോമിലേക്കാണ് അടുത്ത ഒരു യാത്ര. ശരിക്കും പറഞ്ഞാൽ ഡീക്കനെ നമുക്ക് എല്ലാവർക്കും നേരത്തെ മാക്ടിവിയിലൂടെ തന്നെ അറിയാം. മാക്ടിവിയുടെ ആരംഭകാലത്തും പിന്നീട് റോമിൽ ചെന്ന് കഴിഞ്ഞപ്പം റോമിൽ നിന്നുമൊക്കെയുള്ള പല കാര്യങ്ങൾക്കും നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്ന ഒരു ഡീക്കൻ കൂടിയാണ് ഡീക്കൻ നവീന്. അപ്പോൾ മാക്ടിവിയുടെ പ്രേക്ഷകർക്ക് ഡീക്കനെ പരിചിതമാണ്. പിന്നെ നമുക്ക് റോമിലെ ഒരു പഠനകാലവും അവിടുത്തെ ഒരു ജീവിതവും ഡീക്കനെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്, ആ ഒരു അനുഭവം ഒന്ന് പങ്കുവയ്ക്കാമോ? റോമിൽ ഞാൻ പഠിച്ച സെമിനാരി ഓപ്പൂസ് ദെയ് എന്ന സഭാസമൂഹത്തിൻ്റെ സെമിനാരിയാണ്. അപ്പോൾ അവരുടെ തന്നെ യൂണിവേഴ്സിറ്റിയായ ഹോളി ക്രോസ് യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പഠിച്ചതും. അപ്പോൾ ഓപ്പൂസ് ദെയ് വൈദികരുടെ ഒരു ആത്മീയ പരിശീലനം എന്നെ ഒത്തിരി സ്വാധീനിച്ചു. ലോകം മുഴുവൻ ക്യാമ്പസുകളിൽ വലിയ സ്വാധീനമുള്ള ഒരു ക്രൈസ്തവ മുന്നേറ്റം ആണ് ഓപ്പൂസ് ദെയ്. അവർക്ക് വൈദികരുണ്ട്, അൽമായരുണ്ട്, വ്രതമെടുത്ത് ജീവിക്കുന്ന കല്യാണം കഴിക്കാത്ത സ്ത്രീകളും പുരുഷന്മാരും ഒക്കെയുള്ള സമൂഹങ്ങളുള്ള ഒരു മൂവ്മെൻ്റാണ് ഓപ്പൂസ് ദെയ്. ഓപ്പൂസ് ദെയ്യുടെ ഒരു സ്പിരിച്വാലിറ്റി ലോകത്തെ വിശുദ്ധീകരിക്കുക, സാങ്ക്ടിഫിക്കേഷൻ ഓഫ് ദ വേൾഡ് എന്നതാണ്. അതോടൊപ്പം തന്നെ ഒരു ശക്തമായ റാഡിക്കൽ ക്രൈസ്തവ ജീവിതം നയിക്കാൻ അവർ എപ്പോഴും പരിശ്രമിക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ സുഖ സൗകര്യങ്ങളോടൊക്കെ ഒരു നോ പറയാൻ, ചെറിയ രീതിയിൽ സ്വയം നിഗ്രഹണം നടത്താൻ, അതായത് ചിലപ്പോഴെങ്കിലുമൊക്കെ അവർ നല്ല തണുപ്പുള്ള സമയത്തും ചൂടുവെള്ളം ഉപയോഗിക്കത്തില്ല, കാരണം ഒരു ത്യാഗമായി ഏറ്റെടുക്കും അങ്ങനെ നടത്തുന്ന യുവജനങ്ങളെ ഒത്തിരി എനിക്ക് കാണാൻ പറ്റി. അവരുടെ ഒരു റാഡിക്കലായ ആത്മീയ പരിശീലനം എന്നെ ഒത്തിരിയേറെ സഹായിച്ചു. പിന്നീട് റോമിലെ ആ ഒരു അന്തരീക്ഷം, അതായത് വത്തിക്കാനോടൊരു 20-25 മിനിറ്റ് കാൽനടയുടെ ഒരു ദൂരമേ എൻ്റെ സെമിനാരിക്കുള്ളൂ. അപ്പോൾ അവിടെ അനേകം വിശുദ്ധരുടെ കാലടികൾ പതിഞ്ഞ ഒരു പുണ്യനഗരമാണ്, മാർപ്പാപ്പമാരുടെ സ്ഥലമാണ്. പറ്റുന്നിടത്തോളം ആഴ്ചയിൽ ഒന്ന് പോയി പത്രോസിൻ്റെ കബറിടത്തിൽ പോയി പ്രാർത്ഥിക്കാനൊക്കെ പരിശ്രമിക്കുമായിരുന്നു. അങ്ങനെ വിശുദ്ധരാൽ ചുറ്റപ്പെട്ട ഒരു നഗരം, അവിടെ ജീവിക്കാൻ, സഭയുടെ അടിസ്ഥാനമായ പത്രോസിൻ്റെ കബറ് നിൽക്കുന്ന സ്ഥലം, മാർപ്പാപ്പയൊക്കെ നേരിട്ട് കാണാൻ, അതൊക്കെ ഒത്തിരിയേറെ വിശ്വാസത്തെ സ്വാധീനിച്ചു. ഒപ്പം തന്നെ യൂറോപ്പാണ്. യൂറോപ്പിൽ എല്ലാവരും പറയുന്നു വിശ്വാസം താഴെ പോകുന്നു, എന്നാൽ അതൊന്നും പൂർണ്ണമായി ശരിയല്ല. അവിടെ ക്രൈസ്തവരൊക്കെ കൂടി വരുന്നുണ്ട്, ക്രൈസ്തവ വിശ്വാസം യുവജനങ്ങൾക്കിടയിലും കൂടി വരുന്നുണ്ട്. എങ്കിലും സങ്കടകരമായി വിശ്വാസം ജനറലി താഴെ പോകുന്ന ഒരു അവസ്ഥയെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ വിശുദ്ധരുടെ ജീവിതത്തെ അടുത്ത് കാണാനായിട്ട് റോമിലെ ജീവിതം എന്നെ സഹായിച്ചു. ഒപ്പം മാർപ്പാപ്പയുടെ ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ, പിന്നീട് ഒത്തിരി പല രാജ്യങ്ങളിൽ നിന്നുള്ള, പ്രത്യേകിച്ച് ഒരു രാജ്യത്ത്, ഫിൻലൻഡ് അല്ലെങ്കിൽ നോർവേ പോലുള്ള രാജ്യങ്ങളിൽ വളരെ ദൈവവിളി കുറവുള്ള രാജ്യമാണ്. നോർവേയിൽ 5-6 സെമിനാരിയൻസ് ഉള്ളൂ. അതിൽ നിന്ന് ഒരു സെമിനാരിയൻ എൻ്റെ സെമിനാരിയിലാണ് പഠിച്ചത്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ദൈവവിളിയെ കാണാൻ, അല്ലെങ്കിൽ ഇപ്പോഴും ക്രൈസ്തവ പീഡനം നടക്കുന്ന ലാറ്റിൻ അമേരിക്ക നിക്കരാഗുവയിൽ നിന്നും ബിഷപ്പുമാരെ അടക്കം ജയിലിലിട്ടിരിക്കുന്ന, ഹൗസ് അറസ്റ്റിൽ വെച്ചിരിക്കുന്ന രൂപതയിൽ നിന്നൊക്കെ വന്ന ബ്രദേഴ്സിൻ്റെ കൂടെ ജീവിക്കാൻ സാധിച്ചു. അതൊക്കെ ഒരു വലിയ അനുഭവമാണ്. ഓക്കെ. അപ്പോൾ ഒരുപാട് ഈ ഒരു
സെമിനാരി ജീവിതത്തിൽ പല അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു ആളാണ് ഡീക്കൻ. ഇപ്പം കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമൊക്കെ വിവിധ ആളുകളോടൊപ്പം സംസ്കാരത്തിലൊക്കെ നിൽക്കാനായിട്ട് ബ്രദറിന് സാധിച്ചു. ഡീക്കൻ, നമുക്ക് സെമിനാരി ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ 13 വർഷക്കാലത്തെ ഒരു ഫോർമേഷൻ, ഈ ഒരു കാലയളവിൽ ഡീക്കൻ ഇന്നും മറക്കാതെ ഓർമ്മയിൽ സൂക്ഷിച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ? 13 വർഷം എന്ന് പറയുന്നത് ഒരു വലിയ വർഷമാണ്. എങ്കിലും എൻ്റെ മനസ്സിൽ ഇപ്പോഴും തറഞ്ഞിരിക്കുന്ന നല്ല ഓർമ്മകൾ മൈനർ സെമിനാരിയിലെ കാലഘട്ടം ഞാൻ പറഞ്ഞതുപോലെ. അതിൽ എനിക്ക് വളരെ സന്തോഷമുള്ള ഓർമ്മ എന്ന് പറയുന്നത്, ഒത്തിരി ആഗ്രഹത്തോടെയാണ് എല്ലാവരും സെമിനാരിയിൽ ചേരുന്നത്. സെമിനാരിയിൽ ചേരുന്ന വർഷം ആദ്യത്തെ ആഴ്ച ധ്യാനമാണ് ഫസ്റ്റ് ഇയേഴ്സിന്. അത് നടത്തുന്നത് ബഹുമാനപ്പെട്ട കോടിക്കൽ അച്ഛൻ. അദ്ദേഹം ഒരു വലിയ ആത്മീയ പിതാവാണ്. അനേക വർഷങ്ങൾ ആത്മീയ പിതാവായി നിന്ന് സെമിനാരികളിൽ ആത്മീയ പിതാവായിരുന്ന അച്ഛനാണ്. അച്ഛൻ്റെ ധ്യാനം, ആദ്യ വർഷത്തിലെ ആദ്യത്തെ ആ ധ്യാനം ആണ് ഞാൻ ഓർക്കുന്നത്. കാരണം 13 വർഷം എന്ന് പറയുന്നത് വലിയൊരു കാലയളവാണ്. ഒത്തിരിയേറെ ഓർമ്മകളുണ്ട്. എങ്കിലും പെട്ടെന്ന് മനസ്സിലേക്ക് എന്താണ് വരുന്നതെന്ന് ആദ്യം ചോദിക്കുമ്പോൾ, അച്ഛൻ ചിത്രങ്ങളിലൂടെയും ചെറിയ സുഹൃദേവങ്ങളിലൂടെയൊക്കെ മനസ്സിൽ കോറിയിട്ട ചില ആത്മീയ ദർശനങ്ങളുണ്ട്. ഈശോയെ എപ്പോഴും സ്മരണയിലേക്ക്, ദൈവത്തെ സ്മരിക്കുക. ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും സ്റ്റെപ്പ് കയറുമ്പോഴും തുണി അലക്കുമ്പോഴും കഴിക്കുമ്പോഴുമൊക്കെ അതൊക്കെ എനിക്കൊരു പുതിയൊരു അനുഭവമായിരുന്നു. അപ്പോൾ അതൊരു കൊച്ചുറേസിയായിട്ട് ഒരു സ്പിരിച്വാലിറ്റിയൊക്കെ പോലെ, അല്ലെങ്കിൽ അതുപോലെ വിശുദ്ധ ജോൺ മരി വിയാനിയെക്കുറിച്ചൊക്കെ പറഞ്ഞ ആ ഒരു ധ്യാനം, കോടിക്കലച്ചൻ്റെ ധ്യാനമാണ് ഒരു അച്ഛൻ വരച്ച ചിത്രങ്ങൾ പോലെ ഒരു ശക്തമായ ഒരു കാഴ്ചയായി പെട്ടെന്ന് മനസ്സിൽ തോന്നുന്നത്. അപ്പോൾ ഡീക്ക, അതുപോലെ തന്നെ ഇനി ചോദിക്കേണ്ടത്, ഇപ്പോൾ ഈ ഒരു സംഭാഷണത്തിൻ്റെയൊക്കെ ഒരുപാട് വൈദികരെ കുറിച്ച് ഡീക്കൻ സംസാരിക്കുകയുണ്ടായി. ഇപ്പോൾ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ള ഒരുപാട് നല്ല വൈദികരുണ്ടാവും. അങ്ങനെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന, ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വൈദികരെ കുറിച്ചൊന്ന് പങ്കുവയ്ക്കാമോ? ഓക്കെ, എന്നെ സ്വാധീനിച്ച വൈദികരെ കുറിച്ച് ഞാൻ 1-2 പേരുടെ പേരുകൾ പറഞ്ഞു കഴിഞ്ഞു. മൈനർ സെമിനാരിയിൽ ഉണ്ടായിരുന്ന റെക്ടർ അച്ഛൻ ബഹുമാനപ്പെട്ട കുഴുപ്പിലച്ഛൻ, ഒപ്പം മൈനർ സെമിനാരിയിൽ ഞങ്ങളുടെ ആത്മീയ പിതാവായിരുന്ന ബഹുമാനപ്പെട്ട കോക്കാട്ടച്ഛൻ ഇറ്റാവ മിഷൻ്റെ സ്ഥാപകനാണ്. വളരെ വലിയ ഒരു മിഷണറി. അദ്ദേഹം എന്നും അവസാനം വരെയും എന്നോട് പറയുമായിരുന്നു, ഞങ്ങൾ കാണുമ്പോഴൊക്കെ പറയും, സൗഹൃദം ഒരു പുണ്യമാണ്, വലിയ സൗഹൃദങ്ങളുടെ ഒരു വൈദികൻ. പിന്നീട് അനേകം വൈദികർ, പേരെടുത്ത് പറയാനാണെങ്കിൽ ഒത്തിരി പേരുണ്ട്. അവസാനം എന്നെ ഒത്തിരിയേറെ സ്വാധീനിച്ച ഒരാളുടെ പേര് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എൻ്റെ റോമിലെ ജീവിതത്തിൽ എൻ്റെ ഹോളി ക്രോസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്ന ഫാദർ മാർക്കോ ബൻസീനി എന്നാണ് അച്ഛൻ്റെ പേര്. അപ്പോൾ അച്ഛൻ എൻ്റെ സെമിനാരിയിലെ ഫോർമേറ്റർ അല്ല, ഞാൻ പോകുന്ന യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്, ഓപ്പുസ് ദൈ വൈദികനാണ്. അപ്പോൾ 60 പേര് 70 പേരുള്ളൊരു ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ ദൈവശാസ്ത്ര വിഭാഗത്തിൻ്റെ കോർഡിനേറ്ററാണ്, എന്ന് പറഞ്ഞാൽ ഒരു അസിസ്റ്റൻ്റ് HOD എന്നൊക്കെ പറയാം. അതുപോലെ അച്ഛനെ വ്യക്തിപരമായിട്ട് പരിചയപ്പെടാൻ സാധിച്ചു. എല്ലാവരും പറയും, അനേകം 10-70 വൈദികർ പഠിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഹോളി ക്രോസ്. അവിടുത്തെ വിശുദ്ധനായ വൈദികനാണ് ഈ വൻസീനി എന്ന് പറയും. മാർക്കോ എന്നാണ് അച്ഛൻ്റെ പേര്. അങ്ങനെ മാർക്കോ അച്ഛനുമായി ഒരു പേഴ്സണൽ സൗഹൃദമുണ്ടായി. അദ്ദേഹം ദൈവശാസ്ത്രം പഠിപ്പിക്കുന്ന അച്ഛനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഉദാഹരണം പറഞ്ഞാൽ, അദ്ദേഹം ആദ്യം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ BTech പോലെ ഡിഗ്രി എടുത്തു. പിന്നീട് ഫിസിക്സിൽ ഡിഗ്രിയും PG എടുത്തു, PhD എടുത്തു. അദ്ദേഹം കത്തോലിക്ക യൂണിവേഴ്സിറ്റി, മിലാനിലെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു. അതിനു മുമ്പ് അദ്ദേഹം ഈ PG ഒക്കെ എടുത്തത്, പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തത് യൂറോപ്പിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയായ ബൊളോഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. പിന്നീട് മിലാനിൽ പ്രൊഫസറായിരുന്ന സമയത്ത് അദ്ദേഹം ഒപ്പൂസ് ദൈയിൽ ചേർന്ന് വൈദികനാകുന്നു. വൈദികനായതിനു ശേഷം തിയോളജി പഠിച്ച് തിയോളജിയിൽ ഡോക്ടറേറ്റ് എടുത്ത് പ്രൊഫസറായി. എങ്കിലും വിശുദ്ധനായി ജീവിക്കുന്ന ഒരു വൈദികൻ. അദ്ദേഹത്തിനുള്ള സ്നേഹബന്ധത്തിൻ്റെ പുറത്ത് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കന്മാരെ എനിക്ക് പരിചയപ്പെടുത്തി. 87 വയസ്സുള്ള ജാൻ ഫ്രാങ്കോ എന്നാണ് അപ്പൻ്റെ പേര്, ജില്ലിയോള എന്നാണ് അമ്മയുടെ പേര്. അവർ റോമിൽ വരും. അവരുമായുള്ള സൗഹൃദം. അപ്പോൾ വിശുദ്ധരായ ഒരു അപ്പനും അമ്മയും അവരുടെ ഒരു മകൻ. ഈ അച്ഛൻ്റെ ഒരു ജീവിതത്തെക്കുറിച്ച് പറഞ്ഞാൽ, ആ യൂണിവേഴ്സിറ്റിയിലെ ഒരു തൂപ്പുകാരൻ മുതൽ ഏറ്റവും ഉന്നതനായ പ്രൊഫസർ വരെ, സാധാരണ ഒരു സ്റ്റുഡൻറ്റ് മുതൽ ഡോക്ടറേറ്റ് സ്റ്റുഡൻറ്റ് വരെ, അത് ഇന്ന ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരോടും ചിരിച്ച് ഇടപെടുന്ന
എല്ലാവരും ആ അച്ഛൻ വിശുദ്ധനാണ് വിശുദ്ധനാണ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഇരട്ടപ്പേരാണ്. അവിടുത്തെ ദൈവശാസ്ത്രത്തിൻ്റെ ഡീനായിരുന്ന അച്ഛൻ ഒരു ദിവസം തമാശയ്ക്ക് പറഞ്ഞു, മാർക്കോ അച്ഛൻ ഉത്ഭവഭാവമില്ലാതെ ജനിച്ച ആളാണെന്ന് പറയും. കാരണം അത്രയും വിശുദ്ധിയുള്ള സ്നേഹിക്കുന്ന ഒരച്ഛൻ. അങ്ങനെയുള്ള ആ അച്ഛനെ കാണാൻ സാധിച്ചതിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പരിചയപ്പെടുത്തി. അവരൊക്കെ എൻ്റെ പട്ടത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ 1-2 പേര് വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇടവകയിലേക്ക് എന്നെ എൻ്റെ മിനിസ്ട്രിക്കായിട്ട് അവധിക്കാലത്തുള്ള പാസ്റ്ററൽ മിനിസ്ട്രിക്ക് വിട്ടു. അപ്പോൾ അദ്ദേഹം ഞാൻ പോകാൻ നേരത്ത് എനിക്ക് എന്നോട് പറഞ്ഞ ഒരു ഉപദേശവും അദ്ദേഹം തന്ന സമ്മാനവും ഇതായിരുന്നു. അദ്ദേഹം തന്ന സമ്മാനം എന്നോട് പറഞ്ഞു, ഞാൻ PG പഠിച്ചിരുന്ന സമയം മുതൽ എൻ്റെ ടേബിളിലുള്ള മാതാവിൻ്റെ ഒരു കൊച്ചു രൂപം മാർക്കോച്ചൻ എനിക്ക് തന്നു. ആ ഒരു മാതാവിൻ്റെ ചെറിയൊരു ഫോട്ടോയാണ്. അദ്ദേഹം ബൊളോഞ്ഞായിൽ പഠിച്ച സമയം മുതൽ ഉണ്ടായിരുന്നതാണ്. അതിനുശേഷം അച്ഛൻ എന്നോട് പറഞ്ഞ ഒരു വാക്യം ഇതാണ്. അത് ഓപ്പൂസ് ഡേയുടെ ഫൗണ്ടറായ വിശുദ്ധ ഹൊസേ മരിയ പറഞ്ഞ വാക്കുകളാണ്. അതായത് അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും: ഗോഡ് റീറൈറ്റ്സ് സ്ട്രെയിറ്റ് ലൈൻസ് വിത്ത് കേർവ്സ്. മലയാളത്തിൽ പറഞ്ഞാൽ വളഞ്ഞ വരകൾ കൊണ്ട് നേർവര വരയ്ക്കുന്നവനാണ് ദൈവം. അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു സ്നേഹോപദേശമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത് പ്രസക്തമാണ്. അപ്പോൾ ഈ ഒരു ഒത്തിരിയേറെ വിശുദ്ധരായ വൈദികർ ഈ ഒരു കാലഘട്ടത്തിൽ കാണാൻ സാധിച്ചു. സെമിനാരിയിലൊക്കെ ആയിരുന്നപ്പോൾ പല സെമിനാരികളിലുണ്ട് കേട്ടോ. കേരളത്തിൽ വിശുദ്ധരായ വൈദികർ ഇല്ലെന്നല്ല, അവരോടൊക്കെ ജീവിക്കാൻ സാധിച്ചു എന്നുള്ളതൊരു വലിയൊരു സുഹൃതമാണ്. അങ്ങനെ ഒരു വൈദികനാകാൻ അയോഗ്യനാണെങ്കിലും സാധിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് എന്നും ജീവിതത്തിലുള്ളത്. ഈ ഒരു 13 വർഷത്തെ ജീവിതം എന്ന് പറയുന്നത് നമുക്കറിയാം, പല പല സാഹചര്യങ്ങളും പലപ്പോഴും ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ടാവാം. ചിലപ്പോൾ ഈ ഒരു ദൈവവിളിയെക്കുറിച്ച് ഒന്നുകൂടിയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ വെല്ലുവിളികളൊക്കെ വന്നപ്പോൾ എങ്ങനെയാണ് അതിനെ അതിജീവിച്ചത്? ഓക്കെ, തീർച്ചയായിട്ടും ഞാൻ മുൻപ് പറഞ്ഞ കാര്യത്തിലും തുടങ്ങാം. ജീവിതത്തിലെ വളഞ്ഞ വരകൾ നേരെയാക്കുന്നവനാണ് ദൈവം. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ള ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ. ഏറ്റവും അവസാനത്തെ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു കാര്യം, എനിക്കൊരു 3 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു ഡിസ്ക് ബൾജ്, അതായത് നട്ടെല്ലിൻ്റെ ഡിസ്കിനൊരു ബൾജ് ഉണ്ടായി. ഞാൻ എടത്വായിൽ ഡീക്കൺ മിനിസ്ട്രി ചെയ്ത് അതിൻ്റെ ഒരു പരിസമാപ്തിയിൽ എത്തി നിൽക്കുന്ന സമയത്ത് ആണ് ഇതുണ്ടാവുന്നത്. അപ്പോൾ പെട്ടെന്ന് ഡീക്കൺ മിനിസ്ട്രി ചെയ്തുകൊണ്ടിരുന്ന ഞാൻ പട്ടം സ്വീകരിക്കാൻ 1 മാസമേ ഉള്ളൂ, കഷ്ടിച്ച് ആ സമയത്ത് ബെഡ് റെസ്റ്റ് എടുക്കുന്നു. അപ്പോൾ ഞാനതൊരു വലിയൊരു സഹനം, വേദനയുണ്ട്, അപ്പോൾ ഒരു ടെൻഷൻ. ദൈവമേ, പട്ടത്തിന് വേണ്ടി ഒരുങ്ങി പട്ടം സ്വീകരിക്കാൻ പറ്റുമോ? പിന്നെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ അള്ളിപ്പിടിച്ച് ആശ്രയിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു കാര്യമാണ് ജീവിതത്തിലെ വെല്ലുവിളികളിലൊക്കെ, ആ വെല്ലുവിളികളൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ ദൈവത്തിൽ ആശ്രയിച്ച നിമിഷങ്ങളായിരുന്നു എന്ന് പറയാൻ പറ്റും. ഇപ്പോഴും നമുക്ക് രോഗങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്ത് പ്രശ്നം വരുമ്പോഴും ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാൻ വേണ്ടി ദൈവം തന്നെ തരുന്ന വെല്ലുവിളികളാണ്, സഹനങ്ങളാണ്. ഞാൻ ഈ അടുത്ത് വചനവ്യാഖ്യാനം നടത്തിയ സുവിശേഷം യോഹന്നാൻ്റെ ജനനം, അതായത് 9 മാസം സക്കറിയ മൗനിയായിട്ടിരുന്നിട്ട് സംസാരിക്കുന്ന ആ സമയമായിരുന്നു. അതിനെക്കുറിച്ചൊന്ന് ഞാൻ പ്രാർത്ഥിച്ചു ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയ കാര്യം ഇതാണ്. സക്കറിയ പുരോഹിതനായി അവൻ്റെ കരിയറിൻ്റെ പീക്കിൽ അല്ലേ, തിരഞ്ഞെടുപ്പ് നടത്തി നറുക്കിട്ട് ശ്രീകോവിലിൽ നിൽക്കുമ്പോൾ സദ്വാർത്ത കിട്ടിയ സമയത്താണ് അവൻ നിശബ്ദനായി പോകുന്നത്. പിന്നീട് 9 മാസം ഒരു അക്ഷരം പോലും മിണ്ടാൻ പറ്റാതെ നിശബ്ദനാവുന്നു. അപ്പോൾ അതിൻ്റെ അവസാനം ആ നിശബ്ദത ഭഞ്ജിച്ചുകൊണ്ട് അവൻ വായ തുറക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മൾ കൂടുതൽ ദൈവത്തെ സ്തുതിക്കാൻ, ഇപ്പോൾ ലീജയാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ അതുപോലെ തന്നെയാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ച സമയമെന്ന് പറഞ്ഞാൽ ഏതാണ്? ഏറ്റവും തകർക്കപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വെല്ലുവിളികൾ നേരിട്ട സമയം തന്നെയാണ്. അപ്പോൾ അതിന് ഇപ്പോൾ നമുക്ക് എന്തുകൊണ്ട് എന്ന് പറയുന്നതിന് ഫുൾ ഉത്തരം കിട്ടിയില്ലെങ്കിലും തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ്, ഞാൻ ദൈവത്തോട് ഏറ്റവും ചേർന്ന് നിന്ന സമയം. ശരിയാണ്. അപ്പോൾ അതാണ് എനിക്ക് ജീവിതത്തിൽ പറയാനുള്ളത്. എല്ലാ വെല്ലുവിളികളും അത് എന്തുമാകട്ടെ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുന്ന സമയങ്ങളാണ്. ഇതൊക്കെ പറയുമ്പോഴും ഞാനും ആ ഒരു പരിപൂർണതയിലേക്ക് വളരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ്. ഇത് പൗലോസ് ഇത് പൂർണ്ണമായെന്നോ ഇത് കിട്ടിക്കഴിഞ്ഞെന്നോ പറയുന്നില്ല. പരിപൂർണതയിൽ അപൂർണത ഉള്ളത് കൊണ്ടാണ് അതിലേക്ക് ആശ്രയം കൂടുതൽ ഉണ്ടാകണേ എന്നാണ് ഓരോ ദിവസമുള്ള പ്രാർത്ഥന.
ഇപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ നമ്മുടെ സെമിനാരി ജീവിതത്തിലൊക്കെ നിങ്ങൾക്ക് കുറേ കൂടി സമയം പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റിവെക്കാനായിട്ട് കിട്ടും. നമ്മുടെ ഒരു സാധാരണ ജീവിതത്തേക്കാൾ കുറച്ചുകൂടിയൊക്കെ സമയം ഇതിനു വേണ്ടി മാത്രം, അല്ലെങ്കിൽ ദൈവത്തോടൊപ്പമായിരിക്കാൻ, പ്രാർത്ഥനയിലേക്ക് മാത്രമായിരിക്കാനായിട്ട് ലഭിക്കുന്ന ഒരു കാലയളവാണ് ഈ സെമിനാരി ജീവിതം എന്ന് പറയുന്നത്. ഡീക്കനെ സംബന്ധിച്ച് എന്താണ് പ്രാർത്ഥന, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രാർത്ഥന? ഓക്കെ, എന്നെ സംബന്ധിച്ചുള്ള പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചാൽ, എന്നെ ഏറ്റവും സ്വാധീനിച്ച ഒരു കാര്യം, ഞാൻ ബുക്കിലുള്ള ഉത്തരം പറയുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പ്രാർത്ഥനയ്ക്കുള്ള ഡെഫിനിഷൻ വലിയ ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഡെഫിനിഷൻ അല്ല. വിശുദ്ധ കൊച്ചുത്രേസ്യ, ലിസ്യുവിലെ കൊച്ചുത്രേസ്യ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞ കാര്യമാണ് അവിടെ പറയുന്നത്. ദൈവത്തിലേക്ക് മനസ്സ് ഉയർത്തുന്നതാണ് പ്രാർത്ഥന. അപ്പോൾ ദൈവത്തിലേക്ക് എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവത്തിലേക്ക് മനസ്സ് ഉയർത്തുമ്പോൾ അത് പ്രാർത്ഥനയാകും. എന്നുവെച്ച് ഞാൻ പള്ളിയിൽ പോയി ഇരുന്ന് പ്രാർത്ഥിക്കേണ്ട എന്നതിന് അർത്ഥമില്ല. ഇവിടെ ദൈവ സാന്നിധ്യമുണ്ട്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥന എന്ന് പറയുന്നത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഇതാണ്, ദൈവമായിട്ട് ഞാൻ കണക്ട് ചെയ്യുന്ന അവസ്ഥ. ഡീക്ക, അടുത്തൊരു ചോദ്യം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല സ്ഥലങ്ങളിലായിരുന്ന ഒരു വ്യക്തിയാണ് ഡീക്കൻ. ഇപ്പോൾ കേരളത്തിലുണ്ടായിരുന്നു, ഇന്ത്യയിലൊരു സ്ഥലത്ത് ശുശ്രൂഷ ചെയ്തു, അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്ത് റോമിലും ശുശ്രൂഷ ചെയ്തു. ഒരുപാട് ആളുകളെ, ഒരുപാട് വ്യക്തികൾ പരിചയപ്പെട്ട അല്ലെങ്കിൽ സംസ്കാരങ്ങളെ മനസ്സിലാക്കിയ ഒരാളാണ്. എൻ്റെ ഒരു സംശയം, ഇന്ന് നമ്മുടെ യുവജനങ്ങൾക്കിടയിൽ ഈ ഒരു വിശ്വാസം കുറവ് സംഭവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ കൂദാശകളോടുള്ള അടുപ്പവും വിശ്വാസവും ഒക്കെ നമ്മുടെ യുവജനങ്ങൾക്കിടയിൽ ഇന്ന് കുറയുന്നുണ്ടോ? തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തെക്കുറിച്ച് വലിയ ഒരു ആധികാരികതയിൽ പറയാനുള്ള അറിവോ അനുഭവമോ ഇത്രയും ജൂനിയർ ആയിട്ടുള്ള എനിക്കില്ല. എങ്കിലും ഞാൻ എൻ്റെ പരിമിതമായ ചുരുക്കമായ എൻ്റെ ഒരു വീക്ഷണവും ഞാൻ നടത്തിയ യാത്രകളും പുറത്തായിരുന്നതും ഒക്കെ വെച്ച് പറയുകയാണെങ്കിൽ, കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ആഴം കുറയുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതായത് പല കാര്യങ്ങളും ഒരു ചടങ്ങ് പോലെ അല്ലെങ്കിൽ ഉപരിപ്ലവമായി വളരെ പെരിഫറലായിട്ട് പോകുന്നു. പെരിഫറലായിട്ട് പോകുമ്പോഴെന്താണ്, നമ്മുടെ സ്നേഹം കുറയും. അതാണ് ഞാൻ പറഞ്ഞത്, ആഴം കുറയുന്നു എന്ന് പറഞ്ഞത്. കൂദാശകളോടും മാമോദീസ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിവാഹം എന്ന് പറയുന്നത് ഒരു ചടങ്ങായിട്ടാണ് ഞാൻ കാണുന്നതെങ്കിൽ അതിനൊരു സോഷ്യൽ സിഗ്നിഫിക്കൻസ് മാത്രമേ ഉള്ളൂ. ഞാൻ എടത്വായിലായിരുന്നപ്പോൾ വിവാഹത്തിനായി പ്രവേശിക്കുന്നവരുടെ വേദപാഠം കേൾക്കുന്ന കാര്യങ്ങളിലൊക്കെ അസിസ്റ്റ് ചെയ്ത് അവരോടായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നാണ് പറയുന്നത്. അതായത് കുറേ ആളുകൾ, എല്ലാവരും അങ്ങനെ ഡെപ്ത് കുറഞ്ഞ് അല്ലെങ്കിൽ ഇതിനെ ഇൻസിഗ്നിഫിക്കൻ്റായി കാണുന്നവരല്ല. കുറച്ചെങ്കിലും എനിക്ക് തോന്നുന്നു, എൻ്റെ പരിമിതമായ അറിവാണ്, യുവജനങ്ങളുടെ ഇടയിൽ ഇതൊക്കെ ഒരു ചടങ്ങുകളായി നമ്മൾ കാണുന്നു. അതായത് വിവാഹം ഒരു ചടങ്ങാണ്, അല്ലെങ്കിൽ പള്ളിയിൽ പോക്ക് ഞായറാഴ്ച എന്ന് പറയുന്നത് മറ്റൊരു ആചാരമാണ്. അതിനേക്കാൾ ഉപരിയായി ഇത് എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് അതൊരു ചടങ്ങല്ല. ഞാൻ അവസാന മാസം എടത്വായിലെ +2 കുഞ്ഞുങ്ങൾക്ക് വാചിക പരീക്ഷ, അത് വികാരിയച്ഛനോ കൊച്ചച്ഛനോ ഇടാമെന്നൊക്കെ പറഞ്ഞിരുന്ന പരീക്ഷയാണ്. അപ്പോൾ കുറച്ച് പേർക്ക്, വലിയൊരു ഇടവകയാണ്, വികാരിയച്ഛനും കൊച്ചച്ഛനും ഞങ്ങളെല്ലാ ഡീക്കനും ഞങ്ങൾ കൂടിയാണ് ചെയ്തത്. അപ്പോൾ ഞാനിങ്ങനെ അവിടുത്തെ കുഞ്ഞുങ്ങളോട് ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഇമാജിനറി ആയിട്ടുള്ള സിറ്റുവേഷൻ കൊടുക്കും. അതിനോടുള്ള നിങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും എന്ന് ചോദിക്കും. അപ്പോൾ ഒരു ചോദ്യം ഇതായിരുന്നു, നിങ്ങൾക്ക് ഭാവിയിൽ അന്യമതത്തിലുള്ള ഒരു വ്യക്തിയോട് പ്രണയം തോന്നി, കല്യാണം കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ വ്യക്തി മാമോദിസ സ്വീകരിക്കുന്നില്ല, അതായത് നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടും. അങ്ങനെ ഒരു അവസ്ഥയിൽ മോൻ്റെ അല്ലെങ്കിൽ മോളുടെ പ്രതികരണം എന്തായിരിക്കും എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും, എടത്വായിലെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സ്ഥലമാണ്, എല്ലാ കുഞ്ഞുങ്ങളും ഞാൻ വിശ്വാസം മുറുകെ പിടിക്കുമെന്നാണ് പറഞ്ഞത്. ഒത്തിരി വിശ്വാസമുള്ളൊരു സ്ഥലമാണ് എടത്വ. അതിൽ ഒരു പെൺകുട്ടി പറഞ്ഞ ഒരു ഉത്തരം അത് എന്നെ സ്പർശിച്ചു. അവൾ പറഞ്ഞതാണ്, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല ചെമ്മാച്ച, കാരണം എനിക്ക് വേണ്ടി, അപ്പോൾ എൻ്റെ ടേബിളിൽ ഒരു ക്രൂശിത രൂപമുണ്ട്, എന്നോട് ക്രൂശിത രൂപം കാണിച്ചിട്ടുണ്ട്, എനിക്ക് വേണ്ടി മരിച്ച ഈശോയാണിത്. ആ ഈശോയെ അച്ഛ എനിക്ക് എങ്ങനെയാണ് തള്ളി പറയാൻ പറ്റുന്നത്? അപ്പോൾ അത് അവളുടെ ജീവിതത്തിൽ ഒരു പേഴ്സണൽ ബന്ധമാണ്. ഈ പേഴ്സണൽ ബന്ധം ഇല്ലാതെ പോകുമ്പോഴാണ് ഈ പറഞ്ഞൊരു കുറവ് വരുന്നത്. അതുകൊണ്ട് ഞാൻ പറയും, നമ്മളുടെ ഒത്തിരി പള്ളിയിലെ അറ്റൻഡൻസ് ഒന്നും യുവജനങ്ങളുടെ കുറയുന്നത്. ഇപ്പം പുറത്തു പോകുന്ന യുവജനങ്ങളൊക്കെ പള്ളിയിൽ കൂടുതൽ വരുന്നു എന്നാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ആഴം
പേഴ്സണലായിട്ട് അതെൻ്റെ ജീവിതഗന്ധിയായി എക്സിസ്റ്റൻഷ്യലായിട്ട് എനിക്കുണ്ടോ, യുവജനങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇങ്ങനെ പറഞ്ഞു നിർത്തിയത് കൊണ്ട് ഈശോയുമായിട്ടുള്ള ഒരു ആഴം കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ വിശ്വാസത്തിലേക്കുള്ള ഒരു ആഴം കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ അതാണ് പരിശോധിക്കേണ്ടതെന്ന് ഡീക്കൻ പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പം ഇത്രയും നാളത്തെ പരിശീലനവും പ്രാർത്ഥനയ്ക്കും ഒക്കെ ശേഷമാണ് ഇപ്പോൾ ഒരു പൗരോഹിത്യം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുന്നത്. ഡീക്കൻ എങ്ങനെയാണ് ഈശോയുമായിട്ടുള്ള ഈ ഒരു വ്യക്തിബന്ധം അല്ലെങ്കിൽ ആ ആഴം സൂക്ഷിക്കുന്നത്, അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഈശോയുമായിട്ടുള്ള ഒരു വ്യക്തിബന്ധം മുൻപോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആദ്യമേ ഞാൻ പറയേണ്ടത്, അതിനെക്കുറിച്ചൊക്കെ പറയാനായിട്ടുള്ള വലിയൊരു ആത്മീയ നിലവാരമൊന്നുമുള്ള ഒരു വ്യക്തിയല്ല ഞാൻ. പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് എൻ്റെ പേഴ്സണൽ ജീവിതത്തിൽ ചെയ്യുന്നത്, പ്രാർത്ഥനയിലുമൊക്കെ ദൈവത്തിൻ്റെ ഹിതം തേടാനായിട്ട് ശ്രമിക്കും. പിന്നീട് വേദനകളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കും. ഈശോയുടെ തിരുമുറിവുകളെക്കുറിച്ചൊക്കെ കൂടുതൽ ധ്യാനിക്കും. അങ്ങനെ ഒപ്പം തന്നെ ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നുവെന്ന് നിരന്തരം പറയും. ഞാൻ എപ്പോഴും 3 കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയാനായിട്ട് ശ്രമിക്കും എല്ലാ ദിവസവും. 1, ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. 2, ഈശോയെ പാപിയായി എന്നിൽ കനിയണമേ, ഞാൻ പാപിയായി എന്നിൽ കനിയണമേ. 3, സ്തുതിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിബന്ധം. ഞാൻ ഒന്നുമല്ല, ഐ ആം നത്തിങ്. ഞാൻ ഇപ്പോഴും പറയും, ഞാൻ ഒന്നുമല്ല, എനിക്ക് പൗരോഹിത്യം കിട്ടാനായിട്ടുള്ള ഒരു യോഗ്യതയുമില്ല. അത് ഇറ്റ് ഈസ് പ്യുവർലി എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അതൊരു ഭംഗിവാക്കല്ല, സത്യമാണ്. അത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. അപ്പോൾ ഈശോ എന്നെ അതിലേക്ക് വിളിച്ചു, ഈശോ അതിലേക്ക് തിരഞ്ഞെടുത്തു. അപ്പോൾ ഒരു നന്ദിയോടെ ദൈവമേ, അങ്ങനെ എൻ്റെ ഓരോ കുഞ്ഞു കാര്യത്തിലേക്ക് ഈശോയെ ക്ഷണിക്കും. ഇതൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്നോട് ചോദിച്ചല്ലോ ഏറ്റവും സ്പർശിച്ച സംഭവമായി 13 വർഷം. ഇത് കോടിക്കലച്ചൻ പറഞ്ഞു തന്ന ഒരു സ്പിരിച്വാലിറ്റിയാണ്. അതാണ് കൊച്ചുറേസ്യയുടെ സ്പിരിച്വാലിറ്റിയൊക്കെ. ഞാൻ കൊച്ചുറേസ്യയുടെ സ്ഥലമായ ലിസ്യൂവിലൊക്കെ പോയതാണ്. അവിടെയൊക്കെ വലിയൊരു സ്പിരിച്വൽ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഈശോയെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചവളാണ്, ഈശോയെ കൂടെ കൂട്ടിയവളാണ്. ഇനി എൻ്റെ ആഗ്രഹം ഇതാണ്, ഞാനതാണ് എൻ്റെ ഒരു ബൈബിൾ വചനമായി ഞാൻ സ്വീകരിക്കുന്ന ഗലാത്യർ 2:20. ഞാൻ ഈശോ മിശിഹായുടെ കൂടെ ക്രൂശിതനായിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല മിശിഹായാണ് എന്നിൽ ജീവിക്കുന്നത്. അത് ഓപ്പസ് ദൈയുടെ സ്ഥാപകനായ വിശുദ്ധ ഹൊസേ മരിയ പറയും, ആൾട്ടർ ക്രിസ്തുസ്, മറ്റൊരു ക്രിസ്തു എന്ന് അല്ല, ഇപ്സേ ക്രിസ്തു, അതായത് ക്രിസ്തു തന്നെയാകണം. അത്ര ആ ഒരു യോഗ്യതയൊന്നും എനിക്കില്ല. അതൊരു വലിയൊരു വലിയൊരു വെല്ലുവിളിയായി, അല്ലെങ്കിൽ എത്തിച്ചേരേണ്ട ഒരു കാര്യമായിട്ട് നിൽക്കുന്നു. അതിനുവേണ്ടി ഈശോയോട് തന്നെ സഹായം ചോദിച്ച് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഡീക്കൻ ഏകദേശം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി, അല്ലെങ്കിൽ പഠനങ്ങളെല്ലാം പൂർത്തിയാക്കി. ഇനി പ്രാർത്ഥനയോടെ ഒരുങ്ങുന്ന സമയമാണ്. പൗരോഹിത്യ സ്വീകരണത്തിന് ഇനി ഏതാനും ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടെന്നറിയാം, ഒരുപാട് തിരക്കിലാണെന്നറിയാം. ഒപ്പം ഡീക്കൻ ഇപ്പം നമ്മളോട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ടെങ്കിലും വലിയൊരു ശാരീരിക ബുദ്ധിമുട്ട് ഡീക്കൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഡീക്കൻ്റെ ബാക്ക് പെയിൻ ഡീക്കനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഡീക്കനെ ഓർക്കേണ്ട, ഡീക്കനെ നിങ്ങളുടെ പ്രാർത്ഥന ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സമയമാണ്. ഇത് കഴിഞ്ഞ് എൻ്റെ ഒരു ചോദ്യം, ഇപ്പോൾ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് അല്ലെങ്കിൽ പൗരോഹിത്യ ജീവിതത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഡീക്കന് എങ്ങനെയുള്ള ഒരു പുരോഹിതനാകാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ ഒരു പുരോഹിത ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു രൂപം ഡീക്കന് മനസ്സിലുണ്ടോ? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇല്ല. വിശുദ്ധനായ ഒരു പുരോഹിതനാകണം എന്നേ ഉള്ളൂ. ആ വഴി ഞാൻ തിരഞ്ഞെടുക്കുകയാണെന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന ഈശോ പറയുന്ന, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഈശോയാണ് വിളിച്ചത്. ഈശോ നയിക്കുന്ന ആ വഴിയിലൂടെ അവൻ ശുശ്രൂഷ മേഖലകൾ കാണിച്ചു തരും. അതിൽ വിശ്വസ്തനാവുക, വിശുദ്ധനാവുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏറെ സന്തോഷത്തോടെ ഡീക്കൻ തന്നെ പൗരോഹിത്യ സ്വീകരണത്തിനായിട്ട് ഒരുങ്ങുകയാണ്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞങ്ങളെ വിളിക്കുന്നില്ലേ തിരുപ്പട്ടത്തിന്? തീർച്ചയായിട്ടും നിങ്ങളെ എല്ലാവരെയും ഡിസംബർ മാസം 27-ാം തീയതി ശനിയാഴ്ച രാവിലെ 9:15 മണിക്ക് കോട്ടയം ലൂർദ് ഫൊറോന പള്ളിയിൽ വെച്ച് നടത്തുന്ന, ദൈവാനുഗ്രഹത്താൽ നടത്തപ്പെടുന്ന എൻ്റെ തിരുപ്പട്ട ശുശ്രൂഷയിലേക്കും തുടർന്ന് വരുന്ന ആദ്യ വിശുദ്ധ കുർബാന അർപ്പണത്തിലേക്കും നിങ്ങളെല്ലാവരെയും ഏറ്റവും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനകൾ വിനയപൂർവ്വം ചോദിക്കുന്നു.
താങ്ക് യു. അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം ആയിരുന്നത് ബഹുമാനപ്പെട്ട ഡീക്കൻ നവീൻ പ്ലാക്കാലിലാണ്. ഡീക്കൻ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തു. നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. അതിനൊക്കെ വളരെ നല്ല ഉത്തരങ്ങളാണ് ഡീക്കൻ നമുക്ക് നൽകിയത്. ഡീക്കൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമാണ് സംഭവിക്കാൻ പോകുന്നത്. ഇനി ഒരുപാട് പ്രതീക്ഷയോടെയും ഒരുപാട് അനുഗ്രഹത്തോടെയും ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ, ഒരുപാട് ആളുകളെ ഈശോയിലേക്ക് അടുപ്പിക്കാൻ സാധിക്കുന്ന ഒരു പുരോഹിതനായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. മാക് ടിവിയുടെയും മാക് ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകരുടെയും പേരിലുള്ള എല്ലാവിധ പ്രാർത്ഥനാശംസകളും ഡീക്കന് നേരുന്നു. താങ്ക് യു.